സോളാർ കത്തുമ്പോൾ നിയമസഭയിൽ നിയമസഭയ്ക്ക് പുറത്ത് എന്താണ് സംഭവിക്കുക? 7-ാം തീയതി സരിത എസ് നായർ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകും. 10-ാം തീയതി വരെ ബിജു രാധാകൃഷ്ണനും സമയം അനുവദിച്ചിട്ടുണ്ട് സോളാർ കമ്മീഷൻ. ഈ വിഷയം ആണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ലാലി വിൻസെന്റ്, ശ്രീ രാജു എബ്രഹാം MLA, മുതിർന്ന മാധ്യമപ്രവർത്തകർ ശ്രീ A. സജീവൻ, ശ്രീ SR ശക്തിധരൻ, അഡ്വക്കേറ്റ് K. മോഹൻകുമാർ, ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകൻ, ഒപ്പം സരിത എസ് നായർ തന്നെ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ഇപ്പോൾ സരിത എസ് നായർ, സരിതയുടെ അറിവോടെയാണ് സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയത് എന്നാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണം? എന്നെ അയാൾ വിളിച്ചിട്ടൂടെ ഇല്ല. അയാളുടെ അഭിഭാഷകൻ തന്നെ അതിനുള്ള റിപ്ലൈ പറഞ്ഞിരിക്കുന്നതായിട്ട് എന്റെ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, TV കാണിച്ചിരുന്നു എന്ന്. അയാളുടെ അഭിഭാഷകനോട് ചോദിക്കൂ. അയാൾ പറഞ്ഞ എന്താണ്? അയാളുടെ അഭിഭാഷകന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന്. എന്നെ അയാൾ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ അയാളെ കോടതി കണ്ടാൽ പോലും മിണ്ടാത്തൊരു വ്യക്തിയാണ്. എന്റെ ശത്രുവിന്റെ കൂട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്തൊക്കെ കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്, അയാളുടെ ആവശ്യമില്ല എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ. എനിക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷൻ എനിക്കൊരു അതോറിറ്റി ആയിട്ടൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, December 7-ന് ഹാജരാകുക എന്നുള്ളത്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഗതികേടൊന്നും ഞാൻ വരാം. സരിത എസ് നായർ, ഇപ്പോൾ അഭിഭാഷകനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് സോളാർ കമ്മീഷനിലെ അഭിഭാഷകൻ തന്നെ, ബിജു രാധാകൃഷ്ണൻ അഭിഭാഷകൻ തന്നെ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ K. മോഹൻകുമാർ, എന്താണ് സരിത ഈ പറയുന്നതിന് മറുപടിയായി അങ്ങേക്ക് പറയാനുള്ളത്? എൻ്റെ ഫോണിൽ ഞാൻ സരിതയെ വിളിച്ചിട്ടില്ല ഈ പറയുന്ന ദിവസം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് നടത്തിയിട്ടില്ല, ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ബിജു രാധാകൃഷ്ണൻ പറയുന്നത് കോടതി കമ്മീഷൻ മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ബിജു രാധാകൃഷ്ണൻ അഭിഭാഷകന്റെ ഫോണിലൂടെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സരിത ഇങ്ങനെയും പറയുമ്പോൾ സരിത പറയുന്നതും തെറ്റാകാൻ ഏത് സാഹചര്യത്തിലാണ് ഇടയുള്ളത്? അല്ല, ശുദ്ധ കളവാണ്. സരിത പറയുന്നത് പറയുന്നല്ല. ഇപ്പൊ ഈ പറയുന്നത് ബിജു രാധാകൃഷ്ണൻ എന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ബിജു അല്ലേ അങ്ങനെ പറഞ്ഞത്? ബിജു രാധാകൃഷ്ണൻ എന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ബിജു രാധാകൃഷ്ണൻ എന്നല്ല, ബിജു രാധാകൃഷ്ണൻ എന്റെ ക്ലൈന്റാ. അപ്പൊ ബിജു രാധാകൃഷ്ണൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ എന്റെ ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. ബിജു രാധാകൃഷ്ണന് വേറെയും അഭിഭാഷകർ പല ലെവലിൽ സഹായിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് അങ്ങേക്ക് അത് പറയാൻ സാധിക്കില്ലേ? ഇല്ല, ബിജു അന്ന് കമ്മീഷൻ ഉണ്ടായിരുന്നത്, കമ്മീഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ മാത്രമേ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുള്ളൂ. പക്ഷേ അന്ന് സരിതയെ വിളിച്ചിട്ടില്ല, സരിതയെ ബിജു രാധാകൃഷ്ണൻ വിളിച്ചിട്ടില്ല എന്നത് സ്പെസിഫിക് ആണ്. എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടുമില്ല. എന്താണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്? ബിജു രാധാകൃഷ്ണൻ സരിതയുടെ അറിവോടുകൂടിയാണ് ഈ മൊഴി, ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രിക്കെതിരായി പറഞ്ഞത് എന്നൊക്കെ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സരിതയുടെ അറിവോടെയാണെന്ന് കൂടി പറയുമ്പോൾ ആ അറിവിന് കാരണം ഇത്തരം ഒരു ഫോൺ സംഭാഷണം അല്ല എന്നാണോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകളാണ് എന്നാണോ, താങ്കൾക്ക് അറിയില്ല എന്നാണോ, എന്താണ് പറയുന്നത്? ഈ കാര്യം പറയാൻ പറ്റില്ല എന്നാണ്. ഇന്ന് ഞാൻ കമ്മീഷനിൽ ഹാജരായിട്ടില്ല. ഇന്നാണ് അവൻ ആ വിവരം പറഞ്ഞു എന്നാണ് ഞാൻ മാധ്യമപ്രവർത്തകர்கள் മനസ്സിലാക്കിയത്. അപ്പോൾ ആ കാര്യത്തെ പറ്റി എനിക്ക് എങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റും? ശ്രീ മോഹൻകുമാർ, ഒരു അഭിഭാഷകന്റെ ജോലി എന്ന് പറയുന്നത് സർക്കാർ ഓഫീസിൽ പല ക്ലർക്കുമാരുടെ ജോലി പോലെ അല്ലല്ലോ. ഒരു ദിവസം വന്ന് ഒരു ഫയൽ നോക്കുന്നു, മറ്റൊരു ദിവസം മറ്റൊരാളാണ് ആ ഫയൽ നോക്കുക, അതുകൊണ്ട് എനിക്കറിയില്ല മറ്റൊരാൾക്കാണ് അറിയുക എന്നുള്ളത് പോലെ ഒരു കേസ് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അതാണ് യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഇന്ന് ഹാജരായിട്ടില്ല, ഇന്നലെ വരെ ആ കാര്യത്തെപ്പറ്റി ഡിസ്കസ് നടത്തിയിട്ടില്ല, ഒരു മാധ്യമങ്ങളിലും വന്നിട്ടുമില്ല. ഇന്നാണ് ഈ പറയുന്ന വിവരം ഞാൻ മനസ്സിലാക്കിയത്. അന്ന് ആ വിവരത്തിൻ്റെ അടിസ്ഥാനം ഞാൻ അങ്ങനെ ഒരു സംഭവം എൻ്റെ ടെലിഫോൺ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് രണ്ട് അതിഥികൾ കൂടിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്, ശ്രീ സജീവനും ശ്രീമതി ലാലി വിൻസെൻറ്റും. ശ്രീമതി ലാലി വിൻസെൻറ്റ് തൽക്കാലം ഇത് നിരീക്ഷിക്കുക. ശ്രീ സജീവൻ, നിഷ്പക്ഷമായി എന്താണ് മനസ്സിലാക്കുന്നത് ഈ ആദ്യ ചോദ്യത്തിൽ നിന്ന്? അല്ല, ഇതിൽ ഏതാണ് കളവ് ഏതാണ് ശരി എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് മോഹൻദാസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചില്ല, ബിജു പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ കുറേ കൺഫ്യൂഷനുണ്ട് ഇതിൽ. പലപ്പോഴും ഇപ്പോൾ നമ്മൾ ആര് പറയും, ഇപ്പം ആരോപണം ഉന്നയിക്കുന്ന ആൾ പറയുന്നതാണോ, ആരോപണത്തിന് ഏറ്റുവാങ്ങുന്ന ആൾ പറയുന്നതാണോ, ഇനി അതല്ല അദ്ദേഹത്തിന് അഭിഭാഷകൻ പറയുന്നതാണോ, ആര് പറയുന്നതാണ് ശരി എന്നുള്ളതിലൊക്കെ പലപ്പോഴും
ഇത് നമുക്ക് മൊത്തം ഒരു ഒരു ഫൗൾ പ്ലേ മൊത്തമായിട്ടുണ്ട്. അതിൽ പല ആളുകളും പല കളികളും, ഇപ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്ന ആളോ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ആളോ ഒക്കെ ആയിരിക്കും കളവ് പറയുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വിഴുങ്ങാൻ നമുക്ക് ആർക്കും പറ്റില്ല. കാരണം ഇതിൽ പലതും സത്യമുണ്ട്, പലതിലും ഇതിൽ ഒരു തരത്തിലുള്ള കളികളുമുണ്ട്. ഈ കളികളുടെ ഭാഗം ഇതൊക്കെ നമുക്കറിയാമല്ലോ. തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ തരത്തിലുള്ള ബാർഗെയിനിങ്ങും കുറേ തരത്തിലുള്ള വിലപേശലും കുറേ തരത്തിലുള്ള കളികളും നടന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോ കാര്യങ്ങളിലും അങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് ഇതിൽ പറയുന്നത് ഇത് ശരി ഏതാണ് എന്ന് ഇനിയൊരു പക്ഷേ സോളാർ കമ്മീഷന് പോലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് വളരെ ചരിത്രമായി മാറും അങ്ങനെയാണെങ്കിൽ. ഞാൻ തിരിച്ചെത്താം ശ്രീ സജീവൻ. ശ്രീ മോഹൻകുമാർ, ഇപ്പോൾ ശ്രീ സജീവൻ ഇതിനകത്ത് നിരീക്ഷിച്ചത് ഒന്നുകിൽ താങ്കൾ കള്ളം പറയുന്നു, അല്ലെങ്കിൽ താങ്കളുടെ കക്ഷിയായ ബിജു രാധാകൃഷ്ണൻ കള്ളം പറയുന്നു. രണ്ടും കൂടി ഒരുമിച്ച് ശരിയാവില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ ഫോണിൽ സരിതയുമായിട്ട് ബിജു രാധാകൃഷ്ണൻ വിളിച്ചിട്ടില്ല. ആ കാര്യം സ്പഷ്ടമാണ്. പക്ഷേ സരിതയുടെ അറിവോടുകൂടിയാണ് ഈ സോളാർ കമ്മീഷനിൽ മൊഴി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന രീതിയിൽ നൽകിയതെന്ന് ബിജു രാധാകൃഷ്ണൻ ഇന്നും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഒരു അഭിഭാഷകൻ എന്നുള്ളിൽ എന്നോട് ബിജു അത് പറഞ്ഞിട്ടില്ല. സരിത പറഞ്ഞതാണ് ബിജു രാധാകൃഷ്ണൻ ഇപ്രകാരം ഒരു മൊഴി പറഞ്ഞു പോയെന്ന് എനിക്കതറിയില്ല. ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ബിജു രാധാകൃഷ്ണൻ ഞാൻ ബിജു രാധാകൃഷ്ണനുമായിട്ട് ഇപ്പോൾ സോളാർ കമ്മീഷൻ എനിക്ക് തന്നിട്ടുള്ളത് ശനിയാഴ്ച ജയിലിൽ പോയി കാണാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട് 1 മണിക്ക്, എനിക്കും ഹസ്കർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റും. അപ്പോൾ ഞങ്ങളത് പോയതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. എന്താണ് ബിജു പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന്. ഇപ്പം ബിജു രാധാകൃഷ്ണൻ എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഒരു അഭിഭാഷകനെ കാത്തിരിക്കുകയായിരുന്നു. താങ്കൾ ഇന്നലെ പെട്ടെന്ന് ജോയിൻ ചെയ്തു അഭിഭാഷകനായി, ഇപ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്നല്ല, ബിജു ഈ കമ്മീഷനിൽ പോയുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കമ്മീഷൻ ഏകദേശം ഒരു 6 മാസം 2014 6 മാസം മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം, കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ 6 മാസത്തിനിടയ്ക്ക് ഇന്ന് സംഭവിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഇന്നത്തെ കാര്യമാണല്ലോ താങ്കൾക്ക് അറിയാത്തത്. ഇന്നലെ അദ്ദേഹം ചില ദൃശ്യങ്ങൾ തൻ്റെ കൈവശമുണ്ട് എന്നും അത് വേണമെങ്കിൽ ഹാജരാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ബിജു രാധാകൃഷ്ണൻ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണോ ഇപ്പോഴും ഉള്ളത്? അദ്ദേഹം ഇന്നലെ അത് പറഞ്ഞതിന് ശേഷം താങ്കൾ ഇതുവരെ അദ്ദേഹവുമായി സംസാരിച്ചില്ലയോ? അതോ അതിൽ ഒരു അവിശ്വസനീയത ഉള്ളത് കൊണ്ടാണോ ഇന്ന് അങ്ങ് ഹാജരാകാതിരുന്നത്? അതല്ല ബിജു, ഇന്ന് എനിക്ക് ഒരുപാട് കേസുകളുണ്ടായിരുന്നു. ഞാൻ 3 ദിവസം കൊണ്ട് എൻ്റെ ഓഫീസിൽ പോകാറില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കക്ഷികൾ വിളിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് പോയത്. ബിജുവിനോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞാൻ പോയി. ഇന്ന് എനിക്ക് ഹാജരാകാൻ പറ്റത്തില്ല. ഇന്ന് മാത്രമല്ല, ഇന്ന് ക്ലാരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, ക്രോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് മനസ്സിലായത് കൊണ്ടുമാണ് ഞാൻ പോയത്. പിന്നെ ബിജു ഹാജരാക്കാമെന്ന് പറയുന്ന റെക്കോർഡ് കമ്മീഷന് മുമ്പാകെ ബിജു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹാജരാക്കാമെന്നാണ് ബിജു പറയുന്നത്. അപ്പോൾ ഹാജരാക്കട്ടെ, ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ. ഈ നിമിഷം വരെ വക്കീലിന് ഈ കക്ഷിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ കേസിൽ ഈ കക്ഷി മൂലം ഒരു മാനഹാനി തനിക്ക് ഉണ്ടാകുമെന്ന് വക്കീലിന് പേടിക്കാനുള്ള സാഹചര്യവും ഇല്ല. അത്രയും ഉറപ്പിക്കാം. ശ്രീമതി ലാലി വിൻസെന്റ്, എന്തായാലും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഈ നിമിഷം വരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളമെന്ന് കേൾക്കുമ്പോൾ ചോര മരവിക്കുകയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങയുടെയും ശ്രീമതി ലാലി വിൻസെൻറ്റിൻ്റെയും ഞരമ്പുകളിലെ ചോര മരവിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിലെ അങ്ങയുടെ വെർഷൻ കേട്ടപ്പോൾ എനിക്കും തോന്നിയത്. അല്ല, ഈ ബിജു രാധാകൃഷ്ണന് സംരക്ഷണം നൽകിയ കോടിയേരി അദ്ദേഹത്തിൻ്റെയും ചോര മരവിക്കേണ്ടതല്ലേ? അദ്ദേഹമല്ലേ ബിജു രാധാകൃഷ്ണന് ആദ്യം കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷ നൽകി ഭാര്യ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ റിപ്പോർട്ടുണ്ടാക്കി രക്ഷപ്പെടുത്തിയ ആൾ? പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ കാലത്തും സരിതയും ബിജു രാധാകൃഷ്ണനും വളരെ സൗകര്യമായി നടക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ആരും ആരെയും അങ്ങനെ അങ്ങ് പുണ്യവാളന്മാരായി കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട. ഞാൻ ബിജു രാധാകൃഷ്ണനെയോ സരിതയെയോ ഈ കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആരെയോ ന്യായീകരിക്കാൻ തയ്യാറുമല്ല. എനിക്കറിയേണ്ടത് നീതി നടക്കുന്നതിന് തെളിവുകൾ ആവശ്യമാണ്. തെളിവുകൾ ഹാജരാക്കാത്ത പക്ഷം അനാവശ്യമായി ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മിടുക്കന്മാരാകുന്നത് ശരിയല്ല എന്നാണ്. ശ്രീ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയത്
ഒരു കുറ്റവാളിയുടെ ക്രിമിനൽ ബുദ്ധിയായിട്ടാണ്. കാരണം 5.5 കോടി രൂപ എങ്ങനെയാണ് സ്വരൂപിച്ചത്, എവിടെയാണ് സൂക്ഷിച്ചത്, എവിടെ നിന്ന് എടുത്താണ് കൊടുത്തത്? ഉത്തരം പറയണ്ടേ? ഈ മുഖ്യമന്ത്രിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അത് ബിജു രാധാകൃഷ്ണനെ പോലെ ഒരാളോട് ചോദിച്ചിട്ട് വേണമോ? ഇനി എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് ചർച്ചകൾ ഉണ്ടായാൽ ആ ചർച്ചകളെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളതാണ് അടുത്ത വിഷയം. മുഖ്യമന്ത്രി കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞുകൊള്ളണമെന്ന് എവിടെയാണ് നിയമമുള്ളത്? കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി ബിജു രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ കഥയായിക്കൂടെ? എങ്ങനെയാണെങ്കിലും ഇതായിക്കൂടെ എന്നാണ് ശ്രീമതി ലാലി വിൻസെന്റ് അങ്ങും പറയുന്നത്. ഇതാണ്, ഇങ്ങനെയാണ് എന്ന് പറയാൻ ശ്രീമതി ലാലി വിൻസെന്റിനോ അല്ലെങ്കിൽ ആർക്കും തന്നെയോ സാധിക്കുന്നില്ല. CD ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് സരിത എസ് നായരും കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ അർത്ഥത്തിൽ ഒരു വ്യക്തതയുമില്ല. എന്താണ് മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണനും തമ്മിൽ 40 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അത്രയെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചത് എന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അല്ല, അദ്ദേഹം അത് പറയണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും പുറത്തു പറഞ്ഞുകൊള്ളണമെന്ന് എവിടെയാണ് എഴുതി വച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രിയോട് ആളുകൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞുകൊള്ളണമെന്ന് എവിടെയാണ് നിർബന്ധം? ഞാൻ തിരിച്ചു വരാം ശ്രീമതി ലാലി വിൻസെന്റ്. ശ്രീ രാജു എബ്രഹാം, നിയമസഭയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണല്ലോ നിങ്ങൾ വളരെ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ 2 പ്രശ്നങ്ങൾ. ഒന്ന്, ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞതുപോലെ എന്തിനാണ് എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ അറിയണമെന്ന് വാശി പിടിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ? 2, ഈ ബിജു രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വക്കീൽ കഴിഞ്ഞ 5 മിനിറ്റ് 10 മിനിറ്റായി നമ്മളോട് സംസാരിച്ചത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇത് വച്ചുകൊണ്ടാണോ സമരത്തിന് പോകാൻ പോകുന്നത്? അല്ല, ഒന്ന് ബഹുമാനപ്പെട്ട ലാലി വിൻസെൻറ്റിൻ്റെ ഓർമ്മ ഞാൻ പുറകോട്ട് കൊണ്ടുപോവുകയാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലഘട്ടത്തിലാണ് സരിതയെ ജയിലിലടച്ചത് എന്ന കാര്യം ബഹുമാനപ്പെട്ട വക്കീലെ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ജയിലിൽ കിടന്ന് സരിതയ്ക്ക് പ്രസവിക്കേണ്ടി വന്നു. കാരണം അന്ന് ഗവൺമെൻറ് പറഞ്ഞു ഈ സരിതയെ പുറത്തു വിടാൻ പോലും പാടില്ല. അത്ര ഉറച്ച നിലപാടാണ് അന്ന് ഗവൺമെൻറ് ഈ ഒരു തട്ടിപ്പ് കേസിൽ സ്വീകരിച്ചത്. പക്ഷേ ആ ജയിലിൽ കിടന്ന് അന്ന് കോടതിയിൽ നിന്ന് മോചിതനായ ശേഷം തമിഴ്നാട്ടിൽ പോയി. പിന്നെ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരം വിട്ടൊഴിയുന്നത് വരെ കേരളത്തിൽ കാലുകുത്തിയില്ല. പിന്നെ സരിത കാലുകുത്തിയത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. കാലുകുത്തിയത് മാത്രമല്ല, ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ, അവിടെ ഇരുന്നും എല്ലാ ഭരണങ്ങളും നടത്തി. പുറത്തു വന്ന 6 കോടി രൂപയുടെ പോലീസിൻ്റെ കണക്കാണ്. പുറത്തു വന്ന കണക്കുകൾ എത്രയോ ആളുകളാണ് കണക്കുകൾ പുറത്തു പറയാത്തത്. 10-10,000 കോടിയുടെ കച്ചവടം നടത്തിയില്ലേ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട്? പിന്നെ നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, അവിടെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ അന്ന് തന്നെ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 6 ആളുകളെ പുറത്താക്കേണ്ടി വന്നിരിക്കുന്നു സരിത കേസിൽ, സോളാർ കേസിൽ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ FIR ഇട്ട് ഒരു കേസന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് ഒരുപക്ഷെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം അന്ന് ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയും കൂടെയുള്ള ആളുകളെല്ലാം നിരപരാധികളായിരുന്നെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിച്ചു വരേണ്ട ഒരു സമയമായിരുന്നു. അന്ന് FIR ഇടാതിരുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഒരു കാരണം. കാരണം തുടക്കം മുതൽ ദുരൂഹതകളിൽ നിന്ന് ദുരൂഹതകളിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ. കാരണം കൊടുക്കുന്ന പരാതികൾ, പണം തട്ടിയെന്ന് പറയുന്ന പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാതാവുകയാണ്. അത് സരിതയുടെ കിട്ടുന്നു, സരിത ഇവരെ വിളിച്ച് വരുട്ടുന്നു, വധഭീഷണി പുറപ്പെടുവിക്കുന്നു. അതാണല്ലോ TC മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പോലീസിനോടും അതുപോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷനോടും പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണോ? ഗവൺമെൻറ് കഥകളിലേക്ക് ഞാൻ പോകേണ്ടതുണ്ടോ? 450 കോടിയുടെ ആരോപണങ്ങളല്ലേ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നത് എന്താ? ഒടുവിൽ നടന്ന സംഭവത്തിൽ വരെ, അതായത് ബിജു രാധാകൃഷ്ണന് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുക്കാൻ ഉത്തരവുണ്ടായിട്ടും അദ്ദേഹത്തെ ജയിൽ സൂപ്രണ്ട് പോകാൻ അനുവദിക്കുന്നില്ല. ആരാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ പുറകിൽ ഈ സമ്മർദ്ദം നടത്തിയത്? ആരാണ് അയക്കാതിരുന്നത്? ഏറ്റവും ഒടുവിൽ DGP ഇടപെടുന്നു. ഒടുവിൽ ബിജു രാധാകൃഷ്ണൻ അയക്കുന്നു. ആ DGP മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ
ഇവിടെ സ്ഥലം മാറ്റപ്പെടുകയാണ്. അദ്ദേഹത്തെ ആ കസേരയിൽ നിന്ന് തെറിപ്പിച്ചു. എന്തൊരു നാണം കെട്ട ഒരു സമീപനങ്ങളാണ്. ശ്രീമതി ലാലി വിൻസെന്റ്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ബിജു രാധാകൃഷ്ണനുമായി മുഖ്യമന്ത്രി നടത്തിയെന്ന് പറയുന്ന ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയണം. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതം ആയിരിക്കണം എന്നുള്ള പഴയ ആ മൊഴി, അതായത് ദിവസങ്ങൾക്ക് മുമ്പുള്ള ആ മൊഴി വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നത് ഈ സന്ദർഭത്തിലാണ്. ശ്രീമതി ലാലി വിൻസെന്റ്, ഞാൻ മുമ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും ഈ സരിതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കണമെന്നും കുറ്റവാളികളെ ശിക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ്. മാധ്യമങ്ങളിലും ഈ സരിതയെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കയറിയിറക്കവും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്നതും ഒക്കെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഉദ്യോഗസ്ഥന്മാർ നീങ്ങുകയും അവർ അദ്ദേഹത്തെ ചതിക്കുകയും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. നിയമസഭയിലും പാർട്ടിയിലും തൻ്റെ നിരപരാധിത്വം തെളിയത്തക്ക രീതിയിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ബിജു രാധാകൃഷ്ണനെതിരെ കേസെടുക്കുകയും അദ്ദേഹം ജയിലിൽ പോവുകയും ചെയ്ത് മുഖ്യമന്ത്രിയോടും UDF-നോടും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സോളാർ കമ്മീഷന്റെ മുമ്പാകെ വന്ന് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകി. ഈ അന്വേഷണ കമ്മീഷൻ എങ്ങനെയാണ് ഉണ്ടായത്? അന്ന് UDF-ഉം ഹൈക്കമാൻഡും മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും എല്ലാവരും ഒന്നടങ്കം ആലോചിച്ച് തീരുമാനിച്ചാണ് ഈ കമ്മീഷൻ വെച്ചത്. അങ്ങനെ ഒരു കമ്മീഷൻ വയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതുപോലും തൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ തെളിവുകൾ വരട്ടെ. ജനത്തിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായി തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഇന്ന് ആത്മവിശ്വാസം അസംബ്ലിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ മേൽ ബിജു രാധാകൃഷ്ണൻ എന്ന കുറ്റവാളി, ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തി ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങൾ തെളിയിക്കാനായിട്ട് കമ്മീഷൻ്റെ മുമ്പാകെ CD ഉണ്ടെങ്കിൽ CD ഹാജരാക്കട്ടെ, മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ. ഈ 5.5 കോടി രൂപയുടെ കോഴയെക്കുറിച്ച് വെറുതെ പറഞ്ഞാൽ മതിയോ? ഇതെല്ലാം പക്ഷേ ഏത് അർത്ഥത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിന് സാധ്യതയുണ്ടോ? അത്തരം കാര്യങ്ങൾ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരത്തെ ശ്രീ രാജു എബ്രഹാം ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് വരാമായിരുന്നല്ലോ. ശ്രീമതി ലാലി വിൻസെന്റ് തന്നെ മുമ്പ് ഉപദേശിച്ചതുപോലെ കേട്ടിരുന്നുവെങ്കിൽ, സമയത്ത് കേട്ടിരുന്നുവെങ്കിൽ പലരെയും പുറത്താക്കേണ്ട അവസ്ഥ 4 പേർ അറിഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഈ ദുഃഖങ്ങളൊക്കെ ഇന്ന് വരുന്നതിൻ്റെ കാരണമാണ് അന്വേഷിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ SR ശക്തിധരൻ, താങ്കൾ എങ്ങനെ വിലയിരുത്തും? അയ്യോ, ഇതൊരു നാണം കെട്ട രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇങ്ങനെ ഒരു സരിതയെയോ രാധാകൃഷ്ണനെയോ ഒന്നും അറിയില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്, വായിച്ചറിഞ്ഞതാണ്. അത് പിന്നീട് ഉണ്ടായ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പുള്ളിക്ക് സമ്മതിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. ഇതൊക്കെ വസ്തുതയല്ലേ? ഇല്ലയെന്ന് ലാലി വിൻസെൻറ്റിന് പറയാൻ പറ്റുമോ? ലാലി വിൻസെൻറ്റിനെ പോലെ ഒരു ബഹുമാന്യയായ രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് പോലും ഇവളുടെ കയറ്റവും ഇറക്കവും എല്ലാം സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ TV-യുടെ മുമ്പിലിരുന്ന് പറയുന്നത് നമ്മളും കേട്ടതല്ലേ. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിലെ ഇത്തരം ആളുകൾ ഇടപെട്ടിരുന്നു എന്ന് ലാലി വിൻസെൻറ്റിന് നേരത്തെ തന്നെ അറിയാമെന്നാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം അല്ലേ? ഇത് 1-2 രൂപയുടെ കച്ചവടമല്ലായിരുന്നു സോളാർ പദ്ധതി. PC ജോർജ് അന്നേ പറഞ്ഞത് 10,000 കോടി രൂപയുടെ കച്ചവടമാണത്. മുഖ്യമന്ത്രിയുടെ ആ ഭാഗത്ത് നിൽക്കുന്ന കാലത്താണ് PC ജോർജ് അത് പറഞ്ഞിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ? സാർ, അതായത് ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റിനെ പോലുള്ളവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാതിരുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ആ നിരാശയൊക്കെ അവർക്കൊക്കെ തുറന്നു പറയുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാരണത്താൽ ഈ വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നൊരു നിരീക്ഷണം കൂടി ഉണ്ട്. അതായത് പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ലാത്ത കോൺഗ്രസ്സുകാർ എന്നൊരു പ്രശ്നം കൂടി പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. അല്ല, ഈ കമ്മീഷനെ വെച്ചത് മുഖ്യമന്ത്രിയുടെ ഔദാര്യം കൊണ്ടാണെന്നാണ്. ഇവിടെ നടന്നത് എന്താണെന്നൊക്കെ ലാലി വിൻസെന്റിന് അറിഞ്ഞൂടെ? അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ ഗതികേട് കൊണ്ട് ഒരു കമ്മീഷൻ വെച്ചതാണ്. അത് കമ്മീഷനെ കയ്യിൽ ഒതുക്കാൻ കഴിയുമെന്നുള്ള ധാരണയിലൊക്കെയാണ് അന്നത് ചെയ്തതെങ്കിലും
ഇന്നിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ചക്ക കുഴയണ പോലെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതാരാ ഇത് എന്ത് രാഷ്ട്രീയമാണിത്? ഞാൻ തിരിച്ചു വരാം. ശ്രീമതി സരിത എസ് നായർ, ബിജു രാധാകൃഷ്ണൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിൽ ആണ് ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാനിടയായത് എന്ന് അദ്ദേഹം പറയുമ്പോഴും, സരിത പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞത് താങ്കൾ നിഷേധിക്കുമ്പോഴും, ബിജു രാധാകൃഷ്ണൻ ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വക്കേറ്റ് ആ കാര്യം കേൾക്കാൻ ആ സോളാർ കമ്മീഷന് മുമ്പാകെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പറഞ്ഞ കാര്യം ഇതാണ്, താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോഴാണ് സോളാർ കമ്മീഷൻ പറഞ്ഞത് 10-ാം തീയതി വരെ സമയം കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനെ ശാസിച്ചത്, അവിടെ ബിജു രാധാകൃഷ്ണൻ സമ്മർദ്ദം ഉണ്ടാകരുത് എന്ന് പറഞ്ഞത്, സോളാർ കമ്മീഷൻ്റെ അധികാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്, ഈ കേരളം വിറയ്ക്കും ആ അധികാരം കാണിച്ചു കഴിഞ്ഞാൽ എന്ന് കമ്മീഷൻ പറഞ്ഞത്, ഈ അർത്ഥത്തിൽ ബിജു രാധാകൃഷ്ണൻ ഇന്ന് ഉറച്ചു നിൽക്കുകയാണ് താൻ പറഞ്ഞ കാര്യത്തിൽ. സരിത, അത് അയാളുടെ നിലപാടല്ലേ? അയാളുടെ നിലപാടിനെ പറ്റി എനിക്ക് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബിജു രാധാകൃഷ്ണനെ അനുവദിച്ച സമയം കമ്മീഷൻ മുമ്പാകെ എന്തൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അത് അയാളെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എന്നോട് എനിക്ക് തന്നിരിക്കുന്ന സമയത്ത് അനുവദിക്കുന്ന സമയത്ത് സത്യമായി ഇതുപോലെ പൊള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഒരു അർദ്ധസത്യങ്ങളും മാത്രം വെച്ച് സംസാരിക്കുന്ന ഒരു രീതിയിൽ ഞാൻ എന്തായാലും കമ്മീഷനുമായിട്ട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യം മാത്രം പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കമ്മീഷനിൽ പോലും പറയുള്ളൂ. അല്ലാതെ ചുമ്മാ ആർക്കു വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്കതിന് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഞാൻ നടന്നത് എന്താണെന്ന്, അത് ബിജു രാധാകൃഷ്ണൻ എന്ത് ചെയ്തു എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവര് എന്ത് ചെയ്തു എന്നുള്ളത് വാസ്തവമായിട്ട്, അതായത് സരിത എസ് നായർ, അതായത് എന്തിന് പലരെയും വലിച്ചിഴയ്ക്കുന്നു ഈ പ്രശ്നത്തിലേക്ക്? ഒരുപാട് പേരുടെ പേരുകൾ മാന്യമായി ജീവിക്കുന്ന, പുറത്തേക്ക് നമ്മൾ തെറ്റുകാരല്ല എന്ന് കരുതുന്ന കുറേ പേരുടെ പേരുകൾ എന്തിന് വലിച്ചിഴയ്ക്കണം? അവരെ കൂടി എന്തിന് ശല്യപ്പെടുത്തണം? കുറേ കാലമായല്ലോ ഇത് തുടങ്ങിയിട്ട്, ഇനി എന്തിന് അവരെ കൂടി ഇതിൽ അകത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു കാര്യമാണോ ഇപ്പോൾ സരിത ഒരു ലോ പ്രൊഫൈലിലേക്ക് ഇപ്പോൾ പോകുന്നതിന് കാരണമായി കരുതേണ്ടത്? അതായത് ബിജു പറഞ്ഞതൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ സത്യമാണ് എന്ന് സരിതയ്ക്കും അറിയാം, എന്നാലും അങ്ങനെ എല്ലാവരെയും തൂത്തുവാരി ആക്ഷേപിക്കുന്ന ഒരു അർത്ഥത്തിലേക്ക് പോകേണ്ടതില്ല, അതിനകത്ത് കുറച്ച് സത്യമുണ്ടെങ്കിലും എന്നാണോ? അതിപ്പം ഓരോരുത്തരും ഓരോ വ്യക്തി, ഇപ്പം നമ്മുടെ ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ അത് ഓരോരുത്തർ കേൾക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിരിക്കും ഒരു കാര്യം എങ്ങനെയാണ് സത്യമായിട്ട് ഉൾക്കൊള്ളണോ അതോ അതിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അവാസ്തവമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ആരെയും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രജറൈസേഷനോട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പിന്നെ സെറ്റിൽമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്നും അന്നും ഞാൻ തന്നെ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിന്റെ ഒരു അംശം മാത്രമാണ് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ സെറ്റിൽ ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ ആരുടെയും നേർക്ക് ഒരു സഹായത്തിന് പോയിട്ടുമില്ല. എന്നെ ആരും സഹായിക്കാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. സഹായം കിട്ടേണ്ട സമയത്ത് പോലും എന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള രണ്ട് കാലിൽ നിൽക്കുന്ന അതേ സ്റ്റാൻഡിൽ തന്നെ കഷ്ടിച്ചാണെങ്കിലും എനിക്ക് എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ വരുമാന മാർഗങ്ങളുണ്ട്. അതിൽ കൂടെ മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഒരു സെറ്റിൽമെന്റിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വെച്ച് ഞാനൊരു ജീവിതം നയിക്കാം എന്നുള്ള രീതിയിലൊന്നും പോകുന്നതല്ല. എനിക്ക് തലയ്ക്ക് മീതെ എനിക്ക് ഇഷ്ടംപോലെ കേസുകൾ ഈ പറഞ്ഞ ബിജു രാധാകൃഷ്ണൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറം എനിക്ക് ഒരു ഗിഫ്റ്റ് അയാൾ തരാനില്ല. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്തായാലും ഈ പറയുന്ന ഇന്നലെ പറഞ്ഞ പോലത്തെ അപമാനകരമായ വാർത്തകൾ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ബിജു രാധാകൃഷ്ണന്റെ ഒത്താശ ആവശ്യമില്ല. രണ്ടാമത്തെ വിഷയം, ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പേഴ്സ് നിങ്ങളുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും കയ്യിലുണ്ട്. അതിന്റെ ലിസ്റ്റ് ഒന്ന് എടുക്കണം. എന്റെ നമ്പേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എന്റെ നമ്പർ എന്തായാലും അവൈലബിൾ ആണ്. അപ്പം എന്റെ നമ്പറിലേക്ക് ഈ പറഞ്ഞ വ്യക്തി വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഞാൻ തിരിച്ചെത്താം. ശ്രീ മോഹൻകുമാർ, അഡ്വക്കേറ്റ് മോഹൻകുമാർ, ഇതിനകത്തൊരു വ്യക്തത വരുത്താതെ താങ്കൾ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. താങ്കളുടെ പരിമിതി എന്താണ് എന്ന് താങ്കൾ അതിനകത്ത് പറയേണ്ടതുണ്ട്. ഒന്നുകിൽ ബിജു രാധാകൃഷ്ണൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണിത്, സരിതയുടെ പേര് വെറുതെ പറയുന്നതാണ്, സരിത പറഞ്ഞിട്ടല്ല, സരിത അറിയാതെയാണ് ബിജു രാധാകൃഷ്ണൻ പറയുന്നത് എന്നല്ല. ഞാൻ എൻ്റെ ഫോണിൽ സരിതയെ വിളിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫോണിൽ സരിതയെ വിളിച്ചിട്ടില്ല.
അന്ന് ഈ എന്തൊക്കെ പറയുന്നത് പോസിബിലിറ്റീസ്, ഒരു നിയമവിദഗ്ധനാണല്ലോ താങ്കൾ, അതെ. എന്തൊക്കെ സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിൽ? അത് ഈ പറയുന്നത് ഫോൺ വിളിച്ചു എന്ന് പറയുന്നതിനാണ്. അതെ, വിളിച്ചു എന്നാണല്ലോ ബിജു രാധാകൃഷ്ണൻ പറയുന്നത്. അതെ, വിളിച്ചു എന്ന് പറയുന്നത് ആ സന്ദർഭത്തിനനുസരിച്ച് അത് എന്തെങ്കിലും പറഞ്ഞായിരിക്കും, ആ സമയത്ത് അങ്ങനെ പറഞ്ഞതായിരിക്കും. അങ്ങനെ അത് മാറ്റി പറയാം. അതെ, അങ്ങനെ വ്യക്തത അങ്ങനെ മാറ്റി പറയാം എന്നല്ല, ആ സമയത്ത് ചോദിച്ച ഉത്തരത്തിന് അവൻ പറഞ്ഞായിരിക്കും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിഭാഷക സരിതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കാം. അതല്ലാതെ അതിനകത്ത് എൻ്റെ ഫോണിൽ വിളിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫോണിൽ വിളിച്ചില്ല. സരിതയുടെ അറിവോടുകൂടിയാണോ ബിജു രാധാകൃഷ്ണൻ ഈ കാര്യം എന്ന് എന്നോട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല, ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ മൊഴികളൊക്കെയും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്. കമ്മീഷൻ മൊഴിയെടുത്തത് വളരെ വ്യക്തമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ബിജു പറഞ്ഞത്. ബിജു രാധാകൃഷ്ണൻ ഈ കമ്മീഷന് മുമ്പാകെ പറയുന്ന കാര്യങ്ങൾ ഇനി 10-ാം തീയതിക്കകത്ത് ഈ ദൃശ്യങ്ങൾ കൊടുക്കുന്ന കാര്യം വക്കീലുമായി ആലോചിച്ച് തീരുമാനിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, അതിനു വേണ്ടിയാണ് ഇന്ന് പെർമിഷൻ. എൻ്റെ ഇൻഫർമേഷൻ, എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന നാളെ അല്ലെ ശനിയാഴ്ച 5-ാം തീയതി ജയിലിലേക്ക് പോകാനുള്ള പെർമിഷൻ അവിടെ തന്നു. ആ പെർമിഷൻ തരണം. അവിടെ പോയി താങ്കൾ ആദ്യം ചോദിക്കേണ്ടത് ഈ ദൃശ്യങ്ങൾ തരൂ, അതാണ് നമുക്ക് 10-ാം തീയതി കൊടുക്കേണ്ടതാണ്. അതെ, എന്താണ് അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ളതെന്ന് എനിക്കറിയത്തില്ല, എന്നോടത് പറഞ്ഞിട്ടില്ല. ശരി, അദ്ദേഹം ദൃശ്യങ്ങൾ തരുന്നത് അദ്ദേഹത്തിന്റെ മൈൻഡിൽ ചിലപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇനിയും കൊടുക്കണ്ട, ഇതിനിടയ്ക്ക് 2 ദിവസത്തിനിടയ്ക്ക് വേറെയും പല കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ആ കച്ചവടം നടക്കുമ്പോൾ വക്കീൽ ഔട്ടാവും ചിലപ്പോൾ. അതെ, അങ്ങനെയും സംഭവിക്കാമോ? അതെ, എനിക്ക് വാമൽക്കമാ അങ്ങനെ. അതിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ അതിന് എനിക്ക് വളരെയധികം ആരാണ് അതിനുള്ള സാധ്യതയുണ്ടോ? ഇത്ര വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കക്ഷിയാണോ താങ്കൾ ഇപ്പോൾ? അങ്ങനെയാണ് എന്ന് എനിക്ക് ബിജു രാധാകൃഷ്ണൻ ഇതുവരെ വിശ്വാസം അങ്ങനെയില്ല. ഈ പറഞ്ഞ തരത്തിലുള്ള വിശ്വാസമില്ല. നല്ലൊരു വിശ്വാസമില്ല. അതെ, വളച്ചു കിട്ടാതെ നേരെ പറയാം. അല്ല, നേരെയാണ് പറയുന്നത്. അല്ല, നേരെയാണ് പറഞ്ഞത്. എനിക്ക് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ ഫോൺ ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്ന ഡോക്യുമെന്റിനെ പറ്റി എനിക്കറിയില്ല. ശരി, അദ്ദേഹം 5-ാം തീയതി ജയിലിൽ പോയി. ശ്രീ മോഹൻകുമാർ, 5-ാം തീയതി ജയിലിൽ പോയി. താങ്കൾ ആദ്യം പറയേണ്ടത് നമുക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടാകുക 10-ാം തീയതി ഇത് കൊടുത്തില്ലെങ്കിൽ, അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ആ CD വേണം എന്നുള്ളതാണല്ലോ പറയുക. അദ്ദേഹമാണ് എന്നെയും ഹസ്കറിയും കാണാൻ വേണ്ടി അദ്ദേഹമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, അദ്ദേഹം പറയുകയാണ്, ബിജു രാധാകൃഷ്ണൻ പറയുകയാണ് ഈ CD ഇപ്പോൾ ഹാജരാക്കാൻ പറ്റില്ല, രക്ഷിക്കണം 10-ാം തീയതിക്കകം എന്ന് പറഞ്ഞാൽ അതിനുള്ള നിയമവഴിയും താങ്കളുടെ കയ്യിലുണ്ടോ? ഇല്ല, അത് ഞാനിപ്പോൾ ഈ വേദിയിൽ നിന്ന് എങ്ങനെയാണ് പറയുന്നത്? അത് എങ്ങനെയാ ഒരു അഭിഭാഷകന്റെ തെളിവിൽ എങ്ങനെയാ പറയേണ്ടത്? ശ്രീ രാജു എബ്രഹാം, ഈ കേസിൽ എന്തായാലും പ്രതിപക്ഷം വളരെ സൂക്ഷിച്ചാണ് ഇടപെടുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മുൻകാലങ്ങളിലേതുപോലെ അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം ഒന്ന് ശരിയാകാതിരിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പോലും ആഗ്രഹിച്ചത്. ആ അർത്ഥത്തിൽ ഇതിനകത്ത് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി വെളിവാകേണ്ടത്? എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ചില പ്രശ്നങ്ങൾ? രണ്ട് പ്രശ്നം ലാലെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിൽ ബിജു രാധാകൃഷ്ണനുമായി 1 മണിക്കൂർ നടത്തിയ ആ ചർച്ച സംബന്ധിച്ച് നിയമസഭയിൽ നേരത്തെ ഈ വിഷയം വന്നപ്പോൾ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ അറിയാമെന്ന് പറഞ്ഞു, പിന്നെ ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. ഞാനത് തുറന്നു പറയൂല, വ്യക്തിപരമായ കാര്യമാണ് എന്നെല്ലാം പറയുമ്പോഴും മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണനും മാത്രമേ ഈ സീനിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആദ്യമായി ഒരു ശിവദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സീനിനകത്ത് വന്നു എന്നൊരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ദുരൂഹതകളിൽ നിന്ന് ദുരൂഹതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു സ്റ്റോറി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ കേരളത്തിലെ ഒരു പൊതുസമൂഹം എങ്ങനെയാണ് ഇത്തരം ഒരു കേസിനെ കാണേണ്ടത്? ഇതുവരെ വരാത്ത ഒരു മൊഴി കൃത്യമായി പുറത്തും വന്നു. അപ്പോൾ പുറത്തു വന്നു. അത് നിയമസഭയിൽ പോലും ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നാണ് നിയമസഭയിൽ ഒരു പുതിയ താരോദയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ദുരൂഹതകളും പോകുന്നത്. രണ്ടാമത്തെ പ്രശ്നം, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കണ്ട എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പറയേണ്ടി വന്നു? അപ്പം ഇവിടെ ബ്ലാക്ക്മെയിലിംഗ് ഉണ്ട് എന്നുള്ളതാണ് അതിന് വളരെ വ്യക്തമായും പറയുന്നത്. പക്ഷെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ ആരെയൊക്കെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പുറത്തു വന്നേ മതിയൂ. ഏതൊക്കെ മന്ത്രിമാരാണ്, ഏതൊക്കെ MLA-മാരാണ് മാസപ്പടി കൊടുക്കുന്നത് എന്ന കാര്യം എന്തായാലും നാട്ടിലെല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഒരു നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ബ്ലാക്ക്മെയിലിങ്ങിൻ്റെ ഒരു ചാപ്റ്റർ ഔദ്യോഗികമായി
ആദ്യമായിട്ട് ഇപ്പോൾ ഇന്നത്തെ നിയമസഭയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട ലാലി വിൻസനോട് ഞാൻ പറയട്ടെ, പ്രതിപക്ഷം ഇതിനകത്തില്ല എന്ന് ഇന്ന് ഷിബു ബേബി ജോൺ മന്ത്രി തന്നെ പരസ്യമായി നിയമസഭാ ഫ്ലോറിൽ പരസ്യമായിട്ട് പറഞ്ഞു. ഈ കാര്യത്തിലൊന്നും പ്രതിപക്ഷമില്ല, ഞങ്ങളിതിൻ്റെ സത്യസ്ഥിതി അറിയണം. കാരണം ഇത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു ആരോപണത്തിന് വിധേയമായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ നിജസ്ഥിതി നമ്മൾ അറിയേണ്ടത്. പിന്നെ ഞരമ്പുകളിലെ ചോര തണുത്ത ഉറയ്ക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ പൊതുജന സമൂഹത്തിനാണ്. അതേസമയം ചിലരുടെയൊക്കെ ഞരമ്പുകളിലെ ചോര ഇവരെയൊക്കെ കാണുമ്പോൾ തിളക്കുകയാണ്. ഇങ്ങനൊരു ദയനീയമായ ഒരു അവസ്ഥ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ശ്രീമതി ലാലി വിൻസെന്റ്, എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷിബു ബേബി ജോൺ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എവിടെയാണ് ആ ഗൂഢാലോചന? എങ്കിൽ ആ ഗൂഢാലോചന കണ്ടുപിടിക്കട്ടെ, അതും അന്വേഷിക്കട്ടെ എന്നിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ ഉപനേതാവ് തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞതായി കേട്ടു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയമായി മാത്രം കാണേണ്ടതാണോ? നിയമപരമായി ക്രിമിനൽ പറയുന്ന കാര്യങ്ങൾ, ഭരണത്തിലെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അവിടെ വീണ്ടും അത്തരം കാര്യങ്ങൾ പറയാനുള്ള അനുവാദം ഇത് വീണ്ടും ചർച്ച ചെയ്ത് സർക്കാരിനും പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരവസ്ഥ, നിങ്ങളൊക്കെ അത് കേട്ടുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകും? ചീത്തപ്പേരിൻ്റെ വിഷയത്തെക്കാളേറെ ജനത്തിൻ്റെ മുമ്പിൽ സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. അത് ആരുടെയൊക്കെ പേരിലാണോ ആരോപണങ്ങളുള്ളത് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ചീത്തപ്പേരും നല്ല പേരും ആപേക്ഷികമാണ്. ഒരേ നാക്കുകൊണ്ട് തന്നെ ചീത്തയും പറയും നല്ലതും പറയും. ജനത്തിൻ്റെ മുമ്പിലുള്ള വിശ്വാസ്യതയ്ക്ക് തെളിവുകൾ ആവശ്യമാണ്. പിന്നെ ഷിബു ബേബി ജോൺ മന്ത്രി അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞതിനെ അദ്ദേഹം തന്നെ വിശദീകരിക്കണം. അദ്ദേഹം ശ്രീ ഗണേശൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നല്ലോ. അദ്ദേഹത്തിന് വിശദീകരിക്കാമല്ലോ കാര്യങ്ങളൊക്കെ. കേരളത്തിലെ ജനം വിശദീകരണം കാത്തിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും കൂട്ടുകക്ഷി ഭരണത്തിൽ പരസ്പരം ദ്രോഹിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയിൽ ആരും ഒന്നും ചെയ്യും. ശ്രീമതി ലാലി വിൻസെന്റ്, ഈ ബിജു രാധാകൃഷ്ണൻ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ കൂടിയാലോചന നടത്തിയപ്പോൾ പറഞ്ഞത് ശ്രീ KB ഗണേഷ് കുമാറും സരിതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെന്ന് ഇന്ന് ശ്രീ MM ഹസൻ പറയുകയുണ്ടായി. ഇതുപോലെയുള്ള പല കാര്യങ്ങൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇവിടെ ആർക്കും അറിയാത്ത കാര്യമല്ല അത് താങ്കൾ പറഞ്ഞ പോലെ ഷിബു ബേബി ജോൺ എന്തിന് പറയണം? ഇനി അത് ഇപ്പോൾ ആരോപണത്തിൽ നിൽക്കുന്ന തലപ്പത്തുള്ള ആളുകൾക്ക് തന്നെ പറയാമല്ലോ. എന്തുകൊണ്ട് അത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അല്ല, പ്രതിപക്ഷം എന്തിനാ അത് ചോദിക്കുന്നത്? പ്രതിപക്ഷം കക്ഷി ചേർന്ന് കമ്മീഷൻ മുമ്പാകെ അവർക്ക് അറിയേണ്ടതായ ചോദ്യങ്ങളെല്ലാം എഴുതി കൊടുക്കട്ടെ. എല്ലാ ബഹുമാന്യർക്കും കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാമല്ലോ. കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതൊരു മര്യാദയല്ലേ? അസംബ്ലിയിൽ ഈ പ്രശ്നം ഇപ്പോൾ വലിച്ചിട്ട് അലക്കി വൃത്തികേടാക്കേണ്ട സാഹചര്യവുമില്ല. കമ്മീഷന്റെ മുമ്പാകെ ഈ തെളിവുകളെല്ലാം എല്ലാവർക്കും കൊടുക്കാം. ആരൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ കൊടുക്കുന്നത് പോലെ ഈ കാര്യങ്ങൾ എങ്ങനെ നിയമസഭയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീമതി ലാലി വിൻസെന്റ്. താങ്കൾ മനസ്സിലാക്കുന്നത് പോലെ ശ്രീ സജീവൻ, ഇത് ഒരു ചോദ്യോത്തര വേള പോലെ, ഒരു ക്വിസ് പരിപാടി പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷം സോളാർ കമ്മീഷനിൽ തീർക്കേണ്ട കാര്യമാണോ ഇവിടെ ഉണ്ടായ ഒരു അവിശ്വാസം? ഇതിലൊരു വലിയ പ്രശ്നമുള്ളത് കേരളത്തിൻ്റെ ഭരണാധികാരിയുടെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് മാത്രമായില്ല, ഇത് ജനങ്ങളുടെ മനസ്സിൽ, നേരത്തെ പറഞ്ഞ പോലെ ലാലി വിൻസെൻ്റ് തന്നെ പറഞ്ഞ പോലെ ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്നൊരു കാര്യമാണ്. അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. കാരണം സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വെറുമൊരു സാമ്പത്തിക ആരോപണമല്ല ഉണ്ടായിട്ടുള്ളത്, അതിനേക്കാൾ വളരെ മോശമായ രൂപത്തിൽ ബിജു രാധാകൃഷ്ണൻ എത്രമാത്രം ക്രിമിനലാണെങ്കിലും ആ ക്രിമിനൽ ചെയ്തിട്ടുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ, അതിന് നമ്മൾ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ മാറ്റിയതിൻ്റെ കാര്യമില്ല, ശരിയല്ല എന്ന് തെളിയിക്കണം. തീർച്ചയായിട്ടും ബിജു രാധാകൃഷ്ണന് 10-ാം തീയതി കൊടുക്കേണ്ട CD കൊടുത്തില്ലെങ്കിൽ ബിജു രാധാകൃഷ്ണനെ എത്രമാത്രം ക്രൂരമായിട്ട് ശിക്ഷിക്കാമോ അത്രയും രീതിയിലേക്ക് പോകുന്ന അത്തരം നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്.
പക്ഷെ ഒരു പ്രശ്നമുള്ളത് ബിജു രാധാകൃഷ്ണൻ നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഈ കേസിൽ ഇടപെട്ടുള്ള എല്ലാ ആളുകളും അതിൽ പലപ്പോഴും ഈ ബാർഗെയിനിങ്ങിന് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ നിലപാട് എനിക്ക് തോന്നുന്നത് 10-ാം തീയതി വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ കച്ചവടം ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. ഈ കച്ചവടം ഉറപ്പിക്കലാണ് ഇവിടെ നടക്കുന്ന ബാർക്കോഴ കേസിലാണെങ്കിലും എല്ലാ കേസുകളിലാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന കുറേ കാലത്തെ ഇത്തരം ആരോപണ കേസുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള കച്ചവടം ഉറപ്പിക്കലാണ്. ഇങ്ങനെ പല ആളുകളും എനിക്കൊന്നുമില്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന പല ആളുകളുടെയും ശരിയായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും മറ്റും നമുക്കറിയാവുന്ന അത് എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ അറിയാം. പല കേസുകൾ എങ്ങനെ ഒതുക്കി തീർത്തു നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ്. കോടികളുടെ കേസുകൾ പെട്ടെന്ന് ഈ പരാതിക്കാർ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മന്ത്രിമാരുടെ പേര് അവർ വ്യക്തി എന്ന നിലയ്ക്കല്ല, ഇവിടെ നമ്മളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ, ഒരു സംസ്ഥാനത്തിൻ്റെ മാന്യതയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ബിജു രാധാകൃഷ്ണൻ തെറ്റാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിനെ ക്രൂരമായിട്ട് അല്ലെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് പല മാധ്യമങ്ങളിൽ ഇപ്പോൾ എനിക്ക് ഓൺലൈൻ പലതിലും വന്നിട്ടുണ്ട്. പല ആളുകളുടെയും പേര് പല താല്പര്യങ്ങളുടെ കാര്യവും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെയല്ലാതെ നമ്മളിതിനെ ഒരു വെറുതെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരു ചോദ്യോത്തര പങ്ക്തിയാക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ മനസ്സിൽ കിടക്കും. മറ്റ് പല ആളുകൾക്ക് മറ്റ് പല താല്പര്യത്തിലൂടെയും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും വളരെ കൃത്യമായിട്ടുള്ള ആയുധമാണ് അവർക്ക് കിട്ടുന്നത്. കാരണം ഇത്രയും വഷളായ ഒരു ഭരണമാണോ വേണ്ടത് എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് മറ്റു പല താല്പര്യങ്ങളും ഇതിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടെയാണ് ലാലി വിൻസെന്റിനോട് നിങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇങ്ങനെ തന്നെ തുടരാനാണോ പരിപാടി എന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ തിരിച്ചെത്താം. ശ്രീമതി സരിത എസ് നായർ, പുതിയൊരു കഥാപാത്രം കൂടി ഇന്ന് വന്നതായി ശ്രീ രാജു എബ്രഹാം നേരത്തെ ചൂണ്ടിക്കാട്ടിയ ശിവദാസ് എന്ന മാതൃഭൂമിയിലുണ്ടായിരുന്ന ആൾ, അത് വ്യക്തമാകേണ്ടതുണ്ട്. എന്താണെന്നുള്ള ശ്രീ SRSനും മനസ്സിലാകാത്ത ഒരു കഥാപാത്രമാണ്. ഒരു ജേർണലിസ്റ്റിന് അതിനകത്ത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ കൊച്ചിയിൽ ഗസ്റ്റ് ഹൗസിൽ കണ്ടത് എന്തിനു വേണ്ടിയാണ് ശ്രീമതി സരിത എസ് നായർ? അതിന് ഞാൻ എന്താ ഉത്തരം പറയാം? എന്തായാലും ഭാഗ്യം. ആ കാര്യവും എന്നോട് ആലോചിച്ചിട്ടാണ് ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് പറയാത്തത് വളരെയധികം ഭാഗ്യം. ആ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. എന്തായാലും ബിജു രാധാകൃഷ്ണനും ഈ പറയുന്ന CM-ഉമായിട്ടുള്ള ചർച്ചയെ പറ്റിയിട്ട് ഇന്ന് പിന്നെ MM ഹസൻ എന്ന സാറ് TV കൂടെ സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ CM-നെ കണ്ട മറ്റൊരു വ്യക്തി, അതായത് മാതൃഭൂമിയുടെ ഏതോ സ്റ്റാഫ് ആയിരുന്ന ഒരു ശിവദാസൻ എന്ന് പറയുന്ന ഒരാളുടെ മൊഴി പുറത്ത് വ്യക്തമായി വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും വ്യക്തമായി കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതോ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു, അതിൽ കമ്പനി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിജു രാധാകൃഷ്ണന്റെ ബിസിനസ് ചർച്ചയ്ക്കാണോ 1.5 മണിക്കൂറോടെ ചെലവഴിച്ചതെന്ന് ഞാൻ ഉത്തരം പറയേണ്ട ഒരു വിഷയം പോലും അല്ല അത്. കാര്യം ആ ചർച്ചയ്ക്കകത്ത് ഞാൻ സാക്ഷിയല്ല. അങ്ങനെ ഒരു ചർച്ച നടന്നെന്ന് അറിയുന്നത് തന്നെ ജയിലിൽ പോയതിനു ശേഷം മാധ്യമങ്ങളിൽ വന്നു. എന്തായാലും 1.5 മണിക്കൂറായി. നേരത്തെ ഇവിടെ 40 മിനിറ്റും 25 മിനിറ്റും 30 മിനിറ്റും ഒക്കെയാണ്. ഇപ്പൊ സരിത അത് 1.5 മണിക്കൂർ എന്നാണ് വെളിപ്പെടുത്തുന്നത്. ജൂൺ 3-ാം തീയതി മുതൽ 17-ാം തീയതി വരെ, അതായത് സരിത അറസ്റ്റ് ചെയ്യപ്പെടുന്ന തീയതി മുതൽ ബിജു രാധാകൃഷ്ണൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന തീയതി വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രിയെ ബിജു രാധാകൃഷ്ണൻ കണ്ടതായി ആണ് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ബിജു രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞതും. അവിടെ ആ സമയത്താണ് ഈ തെളിവുകൾ, ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണിച്ചതായും ബിജു രാധാകൃഷ്ണൻ പറയുന്നത്. ഇത്രയ്ക്ക് അടുപ്പമുള്ള ആളാണല്ലോ, 1.5 മണിക്കൂർ കൊച്ചി ഗസ്റ്റ് ഹൗസിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണല്ലോ ബിജു രാധാകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിലും ബിജു രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാം അല്ലേ സരിത എസ് നായർ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദേവിയത് പറ്റുമെന്നുണ്ടെങ്കിൽ ബിജു രാധാകൃഷ്ണൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുടെ ആധികാരികതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ വെക്കാം. അപ്പൊ ഈ പറയുന്നതിന്റെയൊക്കെ ശാസ്ത്രീയപരമായ അടിസ്ഥാനത്തിൽ കൂടെ തെളിയിക്കാൻ പറ്റുമല്ലോ. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സമയത്തും ഒളിവിലായിരുന്ന സമയത്തും ശാലുമേനന്റെ ടെലിഫോൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്നത് സരിത ഇത്തരത്തിൽ അന്വേഷണമാണ്, ശാസ്ത്രീയമായ അന്വേഷണമാണ്. ബിജു രാധാകൃഷ്ണൻ പറയുന്നു മുഖ്യമന്ത്രിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന്. നേരത്തെ ലാലി വിൻസെന്റും പറഞ്ഞു വലിയ അന്വേഷണം നടക്കണം, എല്ലാം കണ്ടുപിടിക്കണം എന്ന്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് സരിതയും പറയുന്നു. എന്താണ് ഇത്തരത്തിൽ
ഈ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ്? ഇത് എവിടെയാണ് ഇപ്പം നടക്കുന്നതൊന്നും അന്വേഷണമല്ലേ? ഇവിടെയൊന്നും തെളിയില്ലേ ഈ കാര്യങ്ങളൊന്നും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന് എനിക്ക് അറിയില്ല എന്ന് ബോധ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിച്ച് വെറുതെ നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? എന്തെങ്കിലും എനിക്ക് അറിവുള്ള എനിക്ക് അറിയാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ അതിന് ഞാൻ മാന്യമായ രീതിയിൽ ആൻസർ തരാൻ ബാധ്യസ്ഥയാണ്, ഞാൻ പറയുകയും ചെയ്യും. പക്ഷേ മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ, നേരിട്ട് ബോധ്യമില്ലാത്ത ശരി 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 സരിതയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നില്ല. നേരത്തെ സരിത കഴിഞ്ഞ ദിവസവും നിഷേധിച്ച ഒരു കാര്യം സരിത വേറൊരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ട് ഇതിനകത്ത് പാളയത്തിലെ പടയുണ്ടോ ഈ സംഭവങ്ങൾ ഇങ്ങനെ വെളിയിൽ വന്നതെന്ന്. പാളയത്തിൽ പടയെന്ന് ഉദ്ദേശിച്ചത് പ്രതിപക്ഷത്തിനെയാണോ അതല്ലെങ്കിൽ ഭരണപക്ഷത്തെയാണോ? അല്ല, സരിത പാളയത്തിൽ പടയെന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ UDF-നകത്തുള്ള ആളുകൾ ഇതിന്റെ പുറകിലുണ്ടോ എന്നാണ് സരിത ഉദ്ദേശിച്ചത്. കാരണം സരിത ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പരസ്യമായി പറയുകയും മുഖ്യമന്ത്രിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സ്വാഭാവികമായും സരിതയ്ക്ക് അറിയാം. അത് പിന്നെ സരിത ഈ ചാനൽ പുറത്ത് തെളിവ് ഇപ്പോൾ പറയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അല്ല, അതിൻ്റെ കൂടെ പുറത്തു പോയ ആളുകളും എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഗണേഷ് കുമാറിൻ്റെ ഉദ്ദേശമാണോ ഒന്നും അറിയില്ല. ഞാൻ ലാലി വിൻസെന്റിലേക്ക് ഒന്ന് പോവുകയാണ്. ഇപ്പോൾ ലാലി വിൻസെന്റ്, ഈ പാളയത്തിൽ പട എങ്ങനെയാണ് ലാലി വിൻസെന്റിന്റെ കാഴ്ചപ്പാട്? എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് എന്താണെങ്കിലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കമാൻഡും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ സ്വീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്വേഷണം പൂർത്തിയാവട്ടെ. അന്വേഷണം പൂർത്തിയായി ജസ്റ്റിസ് ശിവരാജന്റെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സത്യം സത്യത്തിന്റെ വഴിക്ക്, നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നല്ല ലാലി വിൻസെന്റിനെ പോലുള്ളവർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കൂടെ ഒറ്റക്കെട്ടായി, അതാണ് തീരുമാനം. അതെ, കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കമ്മീഷൻ മുമ്പാകെ തെളിവുകൾ ലഭിക്കട്ടെ. തെളിവുകൾ കൊടുക്കുമെന്ന് പറയുന്നതിൽ എന്തർത്ഥം ഇരിക്കുന്നു? തെളിവുകൾ വരട്ടെ, അന്നേരം കമ്മീഷൻ ഒരു തീരുമാനമെടുക്കട്ടെ, റിപ്പോർട്ട് തരട്ടെ. റിപ്പോർട്ട് സഭയുടെ മുമ്പിൽ വെക്കുമല്ലോ, അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും. അല്ലാതെ ഈ വിഷയത്തിൽ ഇരുട്ടത്ത് തപ്പിക്കൊണ്ട് എന്താ പ്രയോജനം? ശ്രീ രാജു എബ്രഹാം, ഇത്രയും കാലം വളരെ നിശബ്ദമായി അല്ലെങ്കിൽ ഒരു ലോ പ്രൊഫൈലിൽ അധികം കയർക്കാതെ വലിയ പൊട്ടിത്തെറികൾ ഇല്ലാതെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് കേട്ട ചില ശബ്ദങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ ലാലി വിൻസെന്റ് പറഞ്ഞതുപോലെ റിപ്പോർട്ട് വരട്ടെ, ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ തെളിയുമല്ലോ എന്നാണോ? അതോ ഇന്ന് പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഒരു ഇടക്കാല റിപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഗവൺമെൻറ് ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു. കാരണം ഈ തെളിവെടുപ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പൂർത്തിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഇടക്കാല റിപ്പോർട്ട് കമ്മീഷൻ നൽകണം. കാരണം ഇടക്കാല റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ സ്വാഭാവികമായിട്ടും ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നൊരു സന്ദർഭം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അതല്ല, ഇതിൻ്റെ വസ്തുതകൾ കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ കൂടുതൽ താല്പര്യമുണ്ട്. ജനങ്ങൾ വളരെ ജിജ്ഞാസയിലിരിക്കുകയാണ്. അത് പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും ഭരണകക്ഷിയിലുള്ളവരാണ്, കേരളത്തിലെ ഒരു പൊതുസമൂഹം. കാരണം ഇതിനകത്ത് വലിയ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. കാരണം ധാരാളം ആളുകൾ പുറത്തു വരാത്ത എത്രയോ ആളുകളുടെ പണമാണ് പോയത്. ഇത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനി എത്രയോ കോടികളാണ് കേരളത്തിൽ പോകുമായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമായതുകൊണ്ടാണ് ഒരു ഇടക്കാല റിപ്പോർട്ട് കമ്മീഷൻ നൽകണം എന്ന് പറഞ്ഞത്. കമ്മീഷൻ്റെ നിലപാടുകൾ ഞങ്ങളൊക്കെ കമ്മീഷന് മുമ്പിൽ പോയതാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വളരെ സൗമ്യമായ ഒരു പെരുമാറ്റമാണ് കമ്മീഷൻ്റെ ഭാഗത്തുള്ളത്. പക്ഷേ ആ കമ്മീഷനെ ആവശ്യപ്പെട്ടപ്പോൾ ബിജു രാധാകൃഷ്ണൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. ജയിൽ സൂപ്രണ്ട് എടുത്ത നടപടി, സത്യത്തിൽ ആ ജയിൽ സൂപ്രണ്ട് കമ്മീഷനെ ധിക്കരിച്ചതിന് കണ്ടപ്പോൾ സംസ്ഥാന സർക്കാർ ആ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? എന്നിട്ട് ചെയ്തോ? ആ ജയിൽ സൂപ്രണ്ട് വേണമെങ്കിൽ പ്രൊമോഷൻ കൊടുക്കും ഈ ഗവൺമെൻറ്. അതാണിപ്പോൾ സർക്കാരിൻ്റെ ഒരു സമീപനം. അപ്പം അത് വീണ്ടും ദുരൂഹതകളിലേക്ക് പോവുകയാണ്. ശ്രീമതി ലാലി വിൻസെന്റ്, അത് എങ്ങനെയാണ് ഖണ്ഡിക്കാനാവുക? ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം പറഞ്ഞ കാര്യം ഇപ്പം തന്നെ അറിയാലോ. ജയിൽ DGPയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ തർക്കം തുടരുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിൻ്റെ തലപ്പത്ത് ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും വലിയ ചർച്ചാ വിഷയമാണല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കും കൂടി ഒരു ആശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ
അതിനുള്ള സമയമാണിതെങ്കിൽ, നിയമവിദഗ്ധ കൂടിയാണല്ലോ താങ്കൾ, ഒരു ഇടക്കാല റിപ്പോർട്ടിന് എന്തിനു മടിക്കണം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജയിൽ സൂപ്രണ്ടിനെ കമ്മീഷൻ ശാസിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരല്ല തുനിയേണ്ടത്. കമ്മീഷന് റെക്കമെൻഡ് ചെയ്യാം സർക്കാരിനോട് നടപടി എടുക്കണമെന്ന്. കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശയുണ്ടാകാം, അപ്പോൾ മാത്രമേ അതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ പോലീസിൻ്റെ തലപ്പത്തെ അഴിച്ചുപണി, അത് അഡ്മിനിസ്ട്രേഷൻ്റെ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിച്ച് സെറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതൊന്നും കുറ്റകൃത്യങ്ങളല്ല. എപ്പോഴും അഡ്മിനിസ്ട്രേഷനിൽ ഒരേ റാങ്കിലുള്ളവർ, ഒരേ സീനിയോറിറ്റി ഉള്ളവർ, ഒരേപോലെ രാജ്യസേവനം ചെയ്തു എന്ന് അഭിമാനിക്കുന്നവർ തമ്മിലുള്ള ദിവസങ്ങളുടെ മൂപ്പളമയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അത് പറഞ്ഞു തീർക്കാവുന്നതാണ്. അതും ഇതും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇടക്കാല റിപ്പോർട്ട് ഗവൺമെൻറ്റിന് ഉചിതമെങ്കിൽ കമ്മീഷനോട് ആവശ്യപ്പെടാം, കമ്മീഷൻ ഉചിതമെങ്കിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കാം. ഇതെല്ലാം സ്വാഭാവികമായും സംഭവിക്കാവുന്നതും കമ്മീഷനും ഗവൺമെന്റിനും ഉചിതമാണോ എന്നുള്ളതായിരുന്നില്ല എൻ്റെ ചോദ്യം. ശ്രീ രാജു എബ്രഹാം ഒക്കെ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സുതാര്യത വരുത്താൻ നിഷ്പക്ഷമായി പറയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പാർട്ടിക്ക് തന്നെ ആവശ്യപ്പെടാം, ഈ കാര്യങ്ങൾ പുറത്തു വരട്ടെ, എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല, ഇതാണ് ഒരു അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആവശ്യപ്പെടണ്ടേ? അത് ചെയ്യാത്തത് എന്തുകൊണ്ട്? അല്ല, ഇടക്കാല റിപ്പോർട്ട് വേണമെന്ന് പറയുമ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് എന്നുകൂടെ പറയണ്ടേ? അതൊക്കെ ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് കമ്മീഷൻ പറയുകയും ചെയ്തു. ഇടക്കാല റിപ്പോർട്ടിനെ പ്രത്യേകം ആവശ്യപ്പെടണം. ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഇടക്കാല അതായത് ഇടക്കാല റിപ്പോർട്ട് എങ്ങനെയൊക്കെ വേണം എന്നുള്ളതും കൂടി നിങ്ങൾ പറയണം. അതായത് ഗവൺമെന്റ് എങ്കിലും ആവശ്യപ്പെടണം. അല്ല, ഞാനൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കട്ടെ. ഇവിടെ പിന്നെ ബിജു രാധാകൃഷ്ണനെ ഹാജരാക്കാൻ ജയിൽ സൂപ്രണ്ടിനോട് 2 വട്ടം ജുഡീഷ്യൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും ജയിൽ സൂപ്രണ്ട് അതിന് തയ്യാറായില്ല. ആ ഘട്ടത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ പിന്നെ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ജയിൽ DGPയോട് ആവശ്യപ്പെടുന്നത് ഹാജരാക്കാൻ. അപ്പം ലോക്നാഥ് ബെഹ്റ ഇദ്ദേഹത്തെ ഹാജരാക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ബിജു രാധാകൃഷ്ണൻ ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജുഡീഷ്യൽ കമ്മീഷന് പോയത്. ആ ജുഡീഷ്യൽ കമ്മീഷന് പോയി മടങ്ങി വന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന DGPയുടെ കസേര തെറിച്ചു. അപ്പോൾ എത്രമാത്രം സ്വാധീനമാണ് ഇവിടെ ഈ സംഭവത്തിൽ, ഈ സോളാർ മൂപ്പിളമ്മ തർക്കം എന്നാണ് ലാലി വിൻസെന്റ് ഇപ്പൊ പറഞ്ഞത്. നമുക്കൊരു പെട്ടെന്നൊരു ശ്രീ രാജു എബ്രഹാം, എന്തായാലും ഇപ്പൊ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വഴി നിയമസഭയിൽ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? കെ ബാബുവിൻ്റെ പ്രശ്നം ഇതിൻ്റെ പിന്നിലേക്ക് പോകുന്നുണ്ടോ? ഇത് അതിൻ്റെ ഒരു അജണ്ടയാണോ, പാളയത്തിലെ പടയാണോ, അതോ ബുദ്ധിപൂർവമായ ചില നീക്കങ്ങളാണോ ഇത്? അല്ല, കെ ബാബുവിനെതിരെ ഉന്നയിക്കപ്പെട്ടുള്ള പ്രശ്നം അവസാനിക്കുന്നില്ല. അത് ഞങ്ങൾ ഇന്ന് 2 പ്ലക്കാർഡുകൾ ഞങ്ങൾക്ക് ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരേണ്ടി വന്നു. കെ ബാബുവിനെ പുറത്താക്കുക എന്ന പ്ലക്കാർഡും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട 2 മുദ്രാവാക്യമാണ് ഞങ്ങൾ സത്യത്തിൽ ഇന്ന് ഉയർത്തിയത്. ഇവിടെ ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ എങ്ങനെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കും, ഇതാണ് പോയിന്റ്. അപ്പം അത് കെ എം മാണിയുടെ കാര്യത്തിൽ ഞങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ച കാര്യമാണിത്. അപ്പോൾ കോടതി ഇടപെട്ടത് കൊണ്ടാണ് കെ എം മാണിക്ക് മാറേണ്ടി വന്നത്. അപ്പം അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഇരിക്കുമ്പോൾ അവരുടെ കീഴിലുള്ള പോലീസ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നത്? സോളാർ കേസിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ആദ്യം ഉന്നയിച്ച വിഷയം, നിങ്ങൾ അവിടുന്ന് മാറണം, അല്ലെങ്കിൽ മാറി നിന്ന് കഴിഞ്ഞാൽ അന്വേഷിക്കാനുള്ള തൻ്റെ ഇടമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്, തൻ്റെ ഇടമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഏറാമൂളികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, നട്ടലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഇനിയെങ്കിലും വൈകിപ്പോയെങ്കിലും ഒരു FIR ഇട്ടുകൊണ്ട് ഒരു അന്വേഷണം, അതാണ് അതിൻ്റെ നിയമപരമായ ഒരു കാര്യം. ആ FIR ഇട്ടുകൊണ്ട് ഒരു അന്വേഷണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ആ കസേരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നടത്തിയാൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്ന ആ വലിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ, പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് യാദർശികമായി വന്ന തെളിവുകൾ, വന്ന സാഹചര്യങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ, കാരണം അദ്ദേഹം ബിജു എന്താണ് ചെയ്തതെന്നുള്ള ബിജു പറഞ്ഞു. ഇനി മുഖ്യമന്ത്രിയാണ് 50% പുറത്തു വന്നു, ഇനി മുഖ്യമന്ത്രിയായിട്ട് പറയുന്നുമില്ല. അപ്പോൾ ദുരൂഹത കൂടുകയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്,
ഒന്നുകിൽ മുഖ്യമന്ത്രി പറ എന്താ സംഭവിച്ചതെന്ന്. നിങ്ങൾ ഇത് ചോദിക്കാതിരുന്നാൽ ദുരൂഹതയൊക്കെ മാറും എന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ പ്രശ്നം അല്ല, ഞങ്ങൾ അന്ന് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പറയൂ. പക്ഷേ ഇത് പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ കോട്ടയത്തിനടുത്ത് പിന്നെ ചെവിയിൽ സരിത പോയി മന്ത്രിക്കുന്ന ഫോട്ടോ വന്നപ്പോഴാണല്ലോ എനിക്ക് സരിതയെ അറിയാം. എത്രയോ വൈകിയാണ് അദ്ദേഹം പറഞ്ഞ ശകുന്തളയുടെ കാലിലെ മുള്ള് കാണിച്ചപ്പോഴാണല്ലോ ഈ സംഭവം ഞാനിത് തിരിച്ചറിഞ്ഞതെന്ന് പറയുന്നത് പോലെ എത്രയോ കഴിഞ്ഞപ്പോഴാണ് ഈ ദുരൂഹത ഒന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദുരൂഹതയിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ, ഞങ്ങളെ മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളില്ലേ, അവരുടെ മനസ്സിൽ പോലും ഉളവാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ബാധ്യത സ്വാഭാവികമായും അത് ലാലി വിൻസെന്റും അത് അംഗീകരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി ലാലി വിൻസെന്റ്, ഒരു ഇടക്കാല റിപ്പോർട്ട്, ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടി ശാസ്ത്രീയമായ അന്വേഷണം, നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ ലാലി ആവശ്യപ്പെട്ടതുപോലെയുള്ള സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള നുണപരിശോധനയോ മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളോ ഇതൊക്കെ അവലംബിക്കേണ്ടേ? ഇതിൽ എന്താണ് ഒഴിവാക്കാൻ സാധിക്കുക? ഇതെല്ലാം വേണ്ടേ ഇപ്പോൾ? അല്ല, ശ്രീ രാജു എബ്രഹാം FIR-നെ കുറിച്ച് ആവശ്യപ്പെടുന്നില്ലേ? FIR ഇടണമെങ്കിലുള്ള ഫോർമാലിറ്റി എന്താ? ആരെങ്കിലും ഒരു പരാതിക്കാരൻ വേണം. ബിജു രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിക്കെതിരെ ലൈംഗിക ആരോപണവും കോഴയുടെ ആരോപണവും പറഞ്ഞിട്ടുള്ളത്. ഈ ബിജു രാധാകൃഷ്ണനെ ഇത്രയും കാലം സ്വന്തം പരിധിയിലുള്ള താമസിക്കുന്ന വീടിൻ്റെയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയോ പരിധിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു രേഖാമൂലമുള്ള പരാതി കൊടുത്ത് FIR ഇടാൻ ആവശ്യപ്പെടാൻ അവകാശമുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഒരു പരാതിക്കാരനില്ലാതെ FIR ആരിടുമെന്നാണ് പറയുന്നത്? സുവോമോട്ടോ പോലീസ് കേസെടുക്കണം. സുവോമോട്ടോ പോലീസ് കേസെടുത്താലും മൊഴി കൊടുക്കാൻ ആൾ വേണ്ടേ? ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് കുറേ കാര്യങ്ങളും കമ്മീഷൻ മുമ്പാകെ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ നിരത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെളിവുകൾ വരട്ടെ, CD ഹാജരാക്കട്ടെ. CD കാണാൻ കമ്മീഷന് സാഹചര്യം ഉണ്ടാകുമല്ലോ. കമ്മീഷൻ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ല നടത്തുന്നത്. കമ്മീഷൻ്റെ തെളിവെടുപ്പിൽ മാധ്യമപ്രവർത്തകരുണ്ട്, അഭിഭാഷകരുണ്ട്, സാക്ഷികളുണ്ട്, മറ്റ് കാഴ്ചക്കാരുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി നിരപരാധിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സത്യമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന പക്ഷം, കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിജു രാധാകൃഷ്ണനെതിരെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്ക് കേസെടുക്കാൻ സാധിക്കും. അല്ല മറിച്ചാണെങ്കിൽ അന്ന് ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരം തരാൻ സാധിക്കും. ഇതൊക്കെ ഇനി എന്ന് സംഭവിക്കാനാണ് എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. സരിത എസ് നായർ തന്നെയാണ് ഇതിനകത്ത് കൃത്യമായ മറുപടി പറയേണ്ടത്. സരിത എസ് നായർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇത്രയും അന്വേഷണങ്ങളിലേക്കൊന്നും പോകേണ്ടി വരില്ല. ഒരു 10% ഇപ്പോൾ പറഞ്ഞ അന്വേഷണങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയാൽ മതിയാകും. ശ്രീമതി സരിത എസ് നായർ, താങ്കൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളുടെ കാര്യത്തിലാണല്ലോ അത് CD-യുടെ കാര്യം നിഷേധിച്ചത്, അത് ആണല്ലോ എതിർക്കുന്നത്. പക്ഷേ മറ്റുള്ള ചില ആളുകളുടെ പേരുകൾ കൂടി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. വേറെ ചില ആളുകളുടെ ദൃശ്യങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും വ്യക്തമായി ഇതുവരെ പറഞ്ഞില്ലല്ലോ സരിത എസ് നായർ. അതെല്ലാം കൂടി ചേർത്തേനെയാണ് സുഹൃത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു ദൃശ്യം ഇല്ല. അങ്ങനെ ഒരു ദൃശ്യത്തിന് ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു CD ഉണ്ടെങ്കിൽ ഇത്ര അമാന്തിക്കുന്ന എന്തിനാണ്? ഒരു പോലീസ് ഓഫീസേഴ്സിനേക്കാളും വളരെയധികം അധികാരങ്ങളും പവറുമുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിലാണ് 3-4 ദിവസമായിട്ട് ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു വാക്കാൽ ഒരു റിക്വസ്റ്റ് മതി. ബിജു രാധാകൃഷ്ണൻ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ആവശ്യം പോലും ഇല്ല. വാക്കാൽ ഒരു റിക്വസ്റ്റ് നേരിട്ട് കൊടുത്താൽ അപ്പൊ തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് എത്തിക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനോ പവർ കമ്മീഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത്രയും അജ്ഞതയൊന്നും എന്തായാലും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പോലും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും വർത്തമാനം സംസാരിക്കുന്നു എങ്കിലും അയാൾക്ക് ആ പറയുന്ന അയാൾ എത്തപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പോലും പവറിനെ പോലും ഒരു അതിനെ പോലുമുള്ള അറിവ് അയാൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ സാർ ഇവിടെ ഇരിപ്പുണ്ട്, ഈ സ്ഥലത്തു നിന്ന് എനിക്ക് ഇത് കമ്മീഷൻ മുമ്പാകെ ഒന്ന് എത്തിക്കണം എന്ന ഒരു സെന്റൻസിനകത്ത് തീരാവുന്ന ഒരു വിഷയമുള്ളൂ ഈ CD-യുടെ കാര്യം. പിന്നെ ഇല്ലാത്തത് എവിടുന്ന് കൊണ്ടുവരും എന്ന ചോദ്യം അതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട്. പക്ഷേ സരിത എസ് നായർ ഇത് ഇല്ലാത്തതാണെങ്കിൽ
മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സരിത തന്നെ പ്രസ് ക്ലബിൽ, തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. അന്ന് ചില പേപ്പറുകളൊക്കെ പലരുടെയും പേരുകൾ എഴുതി വെച്ചത് ക്യാമറകൾ സൂം ചെയ്തെടുത്ത് കാണിച്ചത് സരിതയും ഓർക്കുന്നുണ്ടാകുമല്ലോ. അന്ന് സരിത പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചില തെളിവുകളൊക്കെ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, അത് ഉടനെ 2-3 മാസങ്ങൾക്കകം എന്നൊക്കെ ആണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയുള്ള ചില തെളിവുകളുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്? എന്തെങ്കിലുമൊക്കെ ഇനിയും പുറത്തേക്ക് വരാനുണ്ടോ സരിത എസ് നായർ? അത് ഞാനൊരു മാധ്യമ ചർച്ചയ്ക്കകത്ത് ഇരുന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയമല്ല എന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് പല മാധ്യമ ചർച്ചകളിലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്ത പല പല അവസരങ്ങളിലും ഞാൻ തന്നെ പെട്ടുപോയിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും പറയും, അവസാനം നമ്മളുടെ മുഖത്ത് തന്നെ തെളിവാരി തേക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ 2-3 സോഷ്യൽ മീഡിയാസിനകത്ത് വളരെ വൾഗറായിട്ട് പോസ്റ്റ് ഇടുക. അതൊന്നും കാണാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ഞാൻ. എനിക്ക് 2 കുട്ടികളുണ്ട്. രണ്ടാമത് എനിക്ക് ഒരു നമ്മളെല്ലാവരും ഇപ്പം വിശ്വസിക്കുന്നതും ഉറ്റുനോക്കുന്നതും സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെയാണല്ലോ. അവിടെ എനിക്ക് ചെല്ലാൻ ഒരു അവസരം എന്തായാലും എനിക്ക് തന്നിട്ടുണ്ട്. ആ അവസരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിലയിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് ആക്ച്വൽസ്, അല്ലാതെ ഈ പറയുന്ന പിന്നെ ആർക്കൊക്കെയോ വേണ്ടി അവർക്ക് ആരുടെയെങ്കിലും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു മൊഴി ഞാൻ എന്തായാലും ജുഡീഷ്യൽ സോളാർ കമ്മീഷൻ മുമ്പ് കൊടുക്കില്ല. അത് 100% ഉറപ്പ്. നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയും. അതിനകത്ത് എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയങ്ങളും ഉണ്ടാവില്ല. ആരെങ്കിലും എൻജോയ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്റ്റാർ ആവാനോ അതിനൊന്നും അല്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നീതി കിട്ടുമെന്ന് ഒരു മെൻഷൻ ചെയ്യുമെന്ന്. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും റിക്കവർ ചെയ്യും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായാൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഒരു 100% കൾപ്രിറ്റ് എന്നുള്ള നിലയിൽ നിന്ന് ഒരു 30% എങ്കിലും കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ മണ്ടയ്ക്ക് മാത്രമാണ് കമ്മീഷന്റെ മുമ്പിൽ ഞാൻ ഹാജരാകുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ബിജു രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞു അയാളാണ് ബാങ്കിലെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നതെന്ന്. എന്റെ കേസുകൾ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നറിയോ? ഞാനും അയാളും കൂടെ ചേർന്നാണ് ഈ വന്ന പൈസ മൊത്തം ഉപയോഗിച്ചതെന്ന്. അതിനകത്തെ 1-ാം പ്രതി തന്നെ പറയുന്നു അയാളാണ് ബാങ്കിലെ കാര്യങ്ങൾ മൊത്തം ചെയ്തിരുന്നത്, സരിതയ്ക്ക് അതിനകത്ത് അറിവില്ലെന്ന്. അതൊന്നും ചർച്ചയ്ക്ക് വെക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു പോവുമല്ലോ. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന സ്റ്റോറിക്കകത്ത് ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ പല പല ആരോപണങ്ങൾ പലരും ഉന്നയിച്ചു. അപ്പോഴൊന്നും കാണാത്ത തീവ്രതയാണ് ഒരു വെറും ഒരു മ്ലേച്ഛമായ ആരോപണം എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാകാത്ത ഒരു എന്താ പറയാ, ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സീരിയുടെ പേരിൽ ഉണ്ടായത്. എന്തെല്ലാം ചർച്ചകൾ, എത്രയെല്ലാം കാര്യങ്ങൾ. ഈ പറഞ്ഞ വില കുറഞ്ഞ ആരോപണങ്ങൾക്ക് മാത്രമാണോ നമ്മൾ ഈ സമയം മെനക്കെടുത്തുന്നതെന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും ഉണ്ട് എന്റെ വീട്ടിൽ ഒരു മോള്. എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഭയമാണ്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോറുണ്ട്. അത്രയ്ക്കും മാനസികമായ ബുദ്ധിമുട്ട്. ഇതെല്ലാം പറയുന്നത് കൊണ്ട് സത്യങ്ങൾ ഒരിക്കലും എതിരാരും വാതുറന്ന് പറയില്ല. അവർക്കിഷ്ടമുള്ളവരെല്ലാം ഒഴിവാക്കും. അവർക്ക് ഈ പറയുന്ന ബിജു രാധാകൃഷ്ണനും ഇഷ്ടമുള്ളവരെല്ലാം ഒഴിവാക്കി ബാക്കിയുള്ളവരെ അവിടെ ഇവിടെ ഇല്ലാത്തവരുടെയും കൂടെ ചിലപ്പോൾ വേണമെങ്കിൽ നേർക്ക് വളരെ അതായത് ശ്രീമതി സരിത, അതായത് ബിജു രാധാകൃഷ്ണൻ തനിക്ക് താല്പര്യമുള്ള ആളുകളുടെ പേരുകൾ മാത്രം, ചിലരുടെയൊക്കെ പേരുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് നിരീക്ഷണം സരിതയുടെ. ഈ സരിതയുടെ ജീവിതത്തിലേക്കും പേഴ്സണൽ കാര്യങ്ങളിലേക്കും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും അതിലൊന്നും ഇടപെടാൻ ഈ ചർച്ചകളൊന്നും അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ ആകാനും പാടില്ല. സരിതയ്ക്ക് സരിതയുടേതായ സ്വകാര്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പക്ഷേ സോളാർ കമ്മീഷനിലാണ് ഇപ്പോൾ സരിത ഒരു അത്താണി കാണുന്നത്. 30% ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്നത് സോളാർ കമ്മീഷനിലാണ്. ബിജു രാധാകൃഷ്ണൻ ഒഴിവാക്കിയ പേരുകളുണ്ടെങ്കിൽ അതുകൂടി അവിടെ പറഞ്ഞ് 30% ഭാരം ഇറക്കി വെക്കും സരിത. എനിക്ക് 30% മനസ്സമാധാനം എന്നുള്ളതല്ല. ഞാൻ മനസ്സമാധാനം ആർക്കും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. മനസ്സമാധാനത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയുന്നത്. ജനങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് എന്നെ പറ്റിയിട്ടുള്ളത്. ഞാൻ എന്താണോ അതിൽ നിന്ന് 100 ഇരട്ടി ഭീകരമായ ഒരു പിക്ചർ. അത് അങ്ങനെയല്ല. ഞാൻ ഇതാണ് യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചത്, ഇന്നതാണ്
ഇന്ന കടമ്പകളിലൂടെയാണ് ഞാൻ കടന്നു പോയത്, ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രത്യേക ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ സജീവൻ, ഞാൻ ശ്രീ എസ് ആറിലേക്കും വരാം. ഇപ്പൊ ഈ പറഞ്ഞു കേട്ടതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയും 30% മനസ്സിൽ നിന്ന് ഭാരം ഒഴിയാൻ കാത്തിരിക്കുന്ന സരിത എന്ന് പറയുമ്പോൾ ഭാരമുള്ള ഒരു മനസ്സാണിപ്പോൾ. പല കാര്യങ്ങളും ഇപ്പോഴും പറയുന്നില്ല, പറയേണ്ടതല്ല പറയുന്നത് എന്നാണോ? അല്ല, സരിതയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയാൻ താല്പര്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് ഇത്തരം കാര്യങ്ങളല്ല. സ്വകാര്യ വ്യക്തികളുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ സ്വകാര്യതകൾ നമ്മൾ അറിയാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഉള്ളത് ഭരണവുമായി ബന്ധപ്പെട്ട് ചില അഴിമതികൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഓരോ മന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അവരുടെ വ്യക്തിപരമായ സാധാരണ വ്യക്തികളാണെങ്കിൽ ഇവരാരും നമ്മളതിനെ ഒരു ചെറിയൊരു ഒഫൻസ് എന്ന് പോലും നമുക്ക് ഇപ്പോൾ പറയാതെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാണ് സെക്സ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് തെളിയിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇവിടെ മന്ത്രിമാരുടെ പേരാണ്, മുഖ്യമന്ത്രിയുടെ പേരാണ് ഒക്കെ വന്നിട്ടുള്ളത്. അത് ഉന്നയിക്കുന്നത് വെറും ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി ബിജു രാധാകൃഷ്ണൻ ചെയ്യുന്നതാണെങ്കിൽ ആ ബിജു രാധാകൃഷ്ണനെ ഇങ്ങനെ വെറുതെ വിട്ടത് കാര്യമില്ല. കാരണം അങ്ങ് നമ്മുടെ മുഖ്യമന്ത്രിയെ പോലും കരിവാരി തേക്കാൻ ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അതങ്ങനെ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? മിഴിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അപ്പോൾ അത് വെളിപ്പെടുത്തേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ഡിസംബർ 10 ബിജു രാധാകൃഷ്ണൻ CD കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ അതിൽ ആക്ഷൻ എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ടാർണിഷ് ചെയ്യുന്ന രൂപത്തിലുള്ള ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ, അത് മുഖ്യമന്ത്രിക്കെതിരെ മറ്റു മന്ത്രിമാർക്കെതിരെ ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിരപരാധിത്വം തെളിയിക്കാവുന്നതാണ്. വേറൊന്നുള്ളത്, ജുഡീഷ്യൽ കമ്മീഷൻ ഇതിനിടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അതിന് സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് ലാലി വിൻസെൻ്റ് പറഞ്ഞത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇതിന് ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കാൻ മാത്രമാണ് സഭ ചേരേണ്ടത്. അതല്ലാതെ ഇടക്കാല റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയാൻ സഭ ചേർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സർക്കാരിന് ആവശ്യം. ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇത്രയും മോശമായ പരാമർശവുമായി വന്ന ഘട്ടത്തിൽ ഈ കമ്മീഷൻ ഈ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സമർപ്പിക്കും. കമ്മീഷൻ സ്വമേധയെ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്ത് മഹാമനസ്കതയാണ് ശ്രീമതി ലാലി വിൻസെന്റിനെ പോലുള്ളവർക്കും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും നിങ്ങളുടെ പാർട്ടിയിലുള്ളവർക്കും ഒക്കെ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം ബിജു രമേശിനെ പോലുള്ളവർ പലതും പറഞ്ഞിട്ടും നിങ്ങൾ ക്ഷമിക്കുന്നു, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ബിജു രാധാകൃഷ്ണൻ ഇത്രയും വലിയൊരു ക്രിമിനൽ പലതും പറഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. സരിത എസ് നായർ 7-ാം തീയതി 30% ഭാരമെങ്കിലും കുറയാൻ പലതും പറയാൻ പോകുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ എന്ത് നടപടിയാണ് നിങ്ങൾ കാണുന്നത്, എടുക്കുന്നത്, ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്? ഇതിലെ മഹാമനസ്കത നിയമത്തിൻ്റെയാണ്, എൻ്റെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ അല്ല. നിയമം നൽകുന്ന പരിരക്ഷയുണ്ട് വാദിക്കും പ്രതിക്കും സാക്ഷികൾക്കും. തെളിവ് കൃത്യമായി ലഭിച്ച് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കമ്മീഷനാണെങ്കിലും കോടതിയാണെങ്കിലും തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ രാജീവ് ഗാന്ധിയുടെ വധക്കേസുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ വധക്കേസുണ്ടായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ദേവാലയങ്ങൾ തകർത്ത കേസുണ്ടായിരുന്നു. ഇതിനേക്കാൾ വളരെ ഗുരുതരമായ കേസുകൾ ഉണ്ടായപ്പോഴും ബോംബെയിലെ ഭീകരാക്രമണം ഉണ്ടായിരുന്നു. നാം എല്ലാം ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു കോടതിയുടെ കണ്ടുപിടുത്തങ്ങൾക്കും കോടതികളുടെ വിധിക്കും വേണ്ടിയിട്ട്. നിയമം നൽകുന്ന പരിരക്ഷയാണത്. ആ നിയമം കാണിക്കുന്ന മഹാമനസ്കതയിലാണ് ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവിടെ വളരെ വികാരാധീനമായി നാം വിഷയത്തെ ചർച്ച ചെയ്താലും മാനസികമായി പീഡകൾ അനുഭവിച്ചാലും സാമൂഹ്യപരമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിഷമിച്ചാലും ധാർമ്മിക രോഷം പൂണ്ടാലും നിയമത്തിൻ്റെ വഴികളിലൂടെ തെളിവ് കൊടുക്കാനും വിധിക്കാനും കഴിയുന്നതിനുള്ള
സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നിയമസംഹിതയിൽ ആ കാത്തിരിക്കാതെ നിയമസംഹിതയെ കുറിച്ചൊക്കെ ഇത്രയും ഘോരം പറയുമ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് ആ നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വേഗത്തിലാക്കാനും പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാനും എന്ത് ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്? ഇടക്കാല റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളിൽ അനാവശ്യ തടസ്സവാദങ്ങൾ പറയാതെ ആ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? അങ്ങനെയുള്ള പല കാര്യങ്ങളിലും എന്തിനാണ് ആ വഴിക്ക് അങ്ങ് വിട്ടിരിക്കുന്നത്? പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരണ്ടേ എന്ന ചോദ്യമുണ്ട്. ശ്രീ സജീവൻ പറഞ്ഞതിനോട് വളരെ ബഹുമാന പുരസരം ഞാൻ തിരുത്തട്ടെ. ജുഡീഷ്യൽ കമ്മീഷന് ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഏതെല്ലാം വിഷയങ്ങളിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്ന് കമ്മീഷനോട് പെറ്റീഷൻ കൊടുത്ത് ആവശ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആവശ്യം നൽകിയാലും ജുഡീഷ്യൽ കമ്മീഷന് കൊടുക്കാവുന്ന മറുപടി എന്താ? എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു, തെളിവുകൾ പൂർണ്ണമായിട്ടില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ റിപ്പോർട്ട് തരാൻ കഴിയൂ, സമയം വേണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെടും. ഇത് അടുപ്പിൽ അരി വെച്ച് വേവിക്കുന്ന എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇത് വേവാത്ത അരിയാണ് ശ്രീമതി ലാലി വിൻസെന്റ് എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീമതി സരിത എസ് നായർ, ഇതിനകത്തൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺസ്പിറസി ഇതിനകത്ത് പറയാൻ സാധിക്കുമോ? ഇപ്പൊ വന്ന വിവാദങ്ങൾ ഞാൻ ഒരിക്കലും ഇതിനകത്ത് എനിക്കിപ്പം മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ്സ് ഒന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാണ്. ഇതിനകത്ത് പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഇടപെടൽ എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ ഉള്ള ഒരു ഗൂഢാലോചന തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. അത് ആരുടെയൊക്കെയോ പുറകിൽ ഇപ്പോഴും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രേ എനിക്ക് പറയാം. ഞാൻ തിരിച്ചെത്താം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അഡ്വക്കേറ്റും. ആരുടെയൊക്കെയോ ഗൂഢാലോചനയുടെ ഭാഗം അല്ലല്ല. ഞാൻ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അഡ്വക്കേറ്റിന് അങ്ങനെ കൈ കഴുകി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ബിജു രാധാകൃഷ്ണന് പകരം ഈ സ്റ്റുഡിയോയിലുള്ളത് അഡ്വക്കേറ്റ് മോഹൻകുമാറാണ്. അദ്ദേഹത്തെ കാണാൻ പോകുന്നു. ഈ ഗൂഢാലോചന ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമാണ് താങ്കൾ. അല്ല, ഒരു കോൺസ്പിറസിയും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോൾ എനിക്കൊരു അഭിഭാഷകൻ എന്നുള്ള ലെവലിൽ അദ്ദേഹം വക്കാലത്ത് വന്നു, കമ്മീഷനിൽ അറ്റൻഡ് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഒഴിവേ എനിക്ക് മറ്റൊരു കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അറിയത്തുമില്ല. സരിത, 10-ാം തീയതി എന്ത് നടക്കും? 10-ാം തീയതി എന്ത് സംഭവിക്കും? 10-ാം തീയതി ഒന്നും സംഭവിക്കില്ല. എന്റെ ഒരു അസംഷൻ വച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവരാൻ ഈ പറയുന്ന ബിജു രാധാകൃഷ്ണനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതിന് പുതിയ ന്യായീകരണങ്ങൾ അയാൾ കണ്ടെത്തിയിരിക്കും. ഉറപ്പായിട്ടും അയാളിൽ ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ട്. അയാൾ ഉറപ്പായിട്ടും അതിനൊരു ന്യായീകരണം കണ്ടെത്തിയിരിക്കും. നിങ്ങൾ തന്നെ നോക്കിയോളൂ. അതിന്റെ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്കാണ് അയാളുടെ അഭിഭാഷകരുമായി കൂടി ആലോചിക്കണം കമ്മീഷൻ മുമ്പാകെ. ഇതിനു മുമ്പ് അഭിഭാഷകരുമായി സംസാരിക്കാത്തത് പോലെയാണ് അയാളുടെ ആ സംഭാഷണം. അഭിഭാഷകരുമായി കൂടി ആലോചിക്കാൻ കമ്മീഷൻ അലോ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തത് വീണ്ടും സരിത അഭിഭാഷകർക്ക് നേരെയാണ്. വീണ്ടും നിങ്ങളുമായിട്ട് കൂടി ആലോചിക്കുന്നത് നേരത്തെ പറഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമായി ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതെങ്ങനെ കവർ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലോചന. അതിനുള്ള നിയമ പരിപാടികളാണ് ഇന്നും നാളെയും താങ്കൾ പഠിക്കേണ്ടത്. അത് എന്നോട് 5-ാം തീയതി ജയിലിൽ പോകണം എന്ന കമ്മീഷനോടുകൂടി ഡയറക്ഷൻ മേടിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ 5-ാം തീയതി എന്നോടും അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റായ ഹസ്കറോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ പോകും. അങ്ങനെ ഡയറക്ഷൻ തന്ന നിലയിൽ ഇതെല്ലാം കേട്ട് അഡ്വക്കേറ്റ് കൂടിയായ ലാലി വിൻസെന്റ് പുഞ്ചിരിക്കുകയാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വരാം. ബിജുവിൻ്റെ ആവശ്യമില്ല സരിത എസ് നായർ ഈ കാര്യങ്ങളെല്ലാം പറയാൻ എന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ. ബിജു ഒന്നും വേണ്ട ഇതിനകത്തുള്ള സത്യങ്ങൾ പുറത്തേക്ക് പറയാൻ, ബിജുവിൻ്റെ സഹായം ആവശ്യമില്ല എന്ന് സരിത പറഞ്ഞല്ലോ. എന്തിനാണ് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ? എനിക്ക് സംസാരിക്കാനുള്ളതിന് ഇതുവരെ ഞാൻ ബിജു നിങ്ങൾ പറയൂ, അത് കഴിഞ്ഞ് ഞാൻ പറയണമെന്ന് എവിടെയെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറത്തിനകത്ത് ബിജു ആദ്യം പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ബിജുവിന്റെ ആവശ്യം എന്താണ്? എന്റെ കാര്യങ്ങൾ പറയാൻ എന്നേക്കാൾ കൂടുതൽ ശരി ആ കാര്യങ്ങളൊക്കെ പോട്ടെ. സരിത എസ് നായർ, എന്തായാലും സരിത എസ് നായർ കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് കേരളം മുഴുവൻ ഇങ്ങനെ ചർച്ച ചെയ്തത് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെയാണ് ഇങ്ങനെ കരിവാരി തേക്കപ്പെടുന്നത്. ഇങ്ങനെ സരിതയുടെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രി ഈ രീതിയിൽ ഇപ്പൊ ചീത്തപ്പേര് കേൾക്കുന്നത്. സരിതയാണ് ഇതിനൊക്കെ കാരണം. അത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് ശരിക്കും ആ ചോദ്യത്തിൽ തന്നെ ചിരിയാണ് തോന്നുന്നത്. കേരളത്തിലെ സ്ത്രീകൾ ബിസിനസ് നടത്താൻ പാടില്ലേ?
അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണം. അതായത് പൊതുപ്രവർത്തകർ അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെ MLA-മാരുൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരും സ്ത്രീകളുമായി യാതൊരു കമ്മ്യൂണിക്കേഷനും നടത്തുന്നതല്ല എന്നൊരു നിയമം വെച്ചാൽ ഈ പ്രശ്നം അങ്ങ് ഒതുങ്ങി പോവുമല്ലോ. അതിൽ സരിത മാത്രമേ ഉള്ളൂ ഈ പറയുന്ന CM-നെയും ഈ പറയുന്ന മന്ത്രിമാരെയും MLA-മാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും കാണുന്ന സ്ത്രീ. അങ്ങനെയാണോ? ഇന്ന് പിന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില ഓൺലൈൻ ഇതിലൊക്കെ ന്യൂസ് പോർട്ടലിലൊക്കെ അഴിഞ്ഞാട്ടക്കാരുമായിട്ടെന്ന്. അഴിഞ്ഞാട്ടക്കാരാരാണ്? അപ്പം ഈ പറയുന്ന ആള് CM ആയിരുന്ന സമയത്ത് ഒരു സ്ത്രീകളുമായിട്ടും സംസാരിച്ചിട്ടില്ലേ? അവരിലെ ഏതൊക്കെ സരിത അതല്ലല്ലോ ആ കാലഘട്ടത്തിൽ ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോട് സ്ത്രീകൾ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് സരിത വിളിച്ചിട്ടുണ്ടോ? അദ്ദേഹം നിൽക്കുന്ന ഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോണിലേക്ക് സരിത നിരന്തരം വിളിച്ചിട്ടുണ്ടോ? തോമസ് കുരുവിള, അതല്ലെങ്കിൽ ജിക്കുമോൻ, ജോപ്പൻ ഇങ്ങനെയുള്ളവരുടെ ഫോണിലേക്ക് വിളിച്ചതുപോലെ ഏതെങ്കിലും പേരുകൾ പറയാൻ ഉണ്ടോ? അവിടെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സുഹൃത്തെ, നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരുമായിട്ട് ബിജു രാധാകൃഷ്ണൻ സംസാരിച്ചതിന്റെ തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ കമ്മീഷൻ മുമ്പാകെ നമ്മൾ ആരെങ്കിലും ഹാജരാക്കി കാണിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് ആൻസർ പറയുമോ? അന്ന് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ ഇതെന്ന് പറയുന്ന ഞാൻ പഠിക്കുന്ന സമയം ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് വേറെ പിന്നെ ബിസിനസ്സുകളാണ്. അപ്പോൾ എനിക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെടേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ 2010 ശേഷം ഈ പറയുന്ന ബിസിനസ് ആരംഭിച്ചതിനെ തുടർന്നാണ് എനിക്ക് ഗവൺമെന്റിന്റെ സഹായങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റ് സഹായം തന്നെന്നല്ല അതിനർത്ഥം, ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വന്നത്. പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ നല്ലത് കൊണ്ടോ, ഞാൻ എന്തുകൊണ്ടെന്നൊന്നും പറയുന്നില്ല. ഈ പറയുന്ന ഇപ്പം ശരിക്കും പറഞ്ഞ കോൺഗ്രസ് എന്നുള്ള ഒരു പേര് യൂസ് ചെയ്യാൻ തന്നെ എനിക്ക് ഭയമാണ്. എന്നാൽ പോലും ഞാൻ പറയാണ്, ആ സമയത്തൊക്കെ ഞാൻ കോൺഗ്രസിനോട് ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അതിനിപ്പം അന്ന് അങ്ങനെ പ്രകടിപ്പിച്ചിരുന്നതുകൊണ്ട് ഇന്ന് ഞാൻ കോൺഗ്രസ് അനുഭാവിയാണെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് 1-2 ചാനലുകൾ പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാനൽ, നിങ്ങൾ കോൺഗ്രസ് ചാനൽ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഞാനെന്ന് പറയുന്നത് ഇന്ന് ഒരു കേസിലെ പ്രതി എന്നുള്ള ഒരു റെപ്രസെന്റേഷനിൽ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, ആ അവകാശം മാത്രം ചോദിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ SRS, ബിജു രാധാകൃഷ്ണന്റെ വക്കീൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സരിത കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് മനസ്സിലാകുന്നത്? ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത്. കമ്മീഷൻ്റെ പണി നടത്തുന്നുണ്ട്. പ്രതിപക്ഷം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഒരു ഇടക്കാല റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് വേണമെന്ന്. അത് ന്യായമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഇപ്പോൾ നിയമസഭ നടക്കുന്നുണ്ട്, അവിടെ ഇത് ഉന്നയിച്ചുകൊണ്ട് വേണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡിമാൻഡ് നോട്ടീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പെറ്റീഷനോ കൊടുക്കാനുള്ള സാവകാശമുണ്ട്. പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ദുരൂഹതയിൽ നിന്നാണ്. ഒരു സ്ത്രീ ഒന്ന് പറഞ്ഞിട്ട്, ഒരു സ്ത്രീ വ്യവസായ സംരംഭം തുടങ്ങിയതിനൊന്നും ഈ രാജ്യത്ത് ആരും ആക്ഷേപിക്കേണ്ട. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അവരത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അവരിങ്ങനെയാണോ പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വേറെ എത്രയോ സ്ത്രീകൾ ഇവിടെ വ്യവസായം നടത്തുന്നുണ്ട്, അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ആക്ഷേപം വരുന്നുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഈ കാര്യം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് താങ്കൾക്കും വ്യക്തമാകുന്നുണ്ടല്ലോ. ഒരു മിനിറ്റിൽ അല്ല, ശ്രീമതി സരിത ഇപ്പോൾ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ ആളുകളുമായും ബിജു രാധാകൃഷ്ണൻ ഇടപെട്ടതിൻ്റെ തെളിവുകൾ നൽകാമെന്ന്. സ്വാഭാവികമായി നൽകണമല്ലോ, എല്ലാ സത്യവും പുറത്തു വരണമല്ലോ. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് എനിക്ക് നേരിട്ടറിഞ്ഞുകൂടാ, ഞാൻ ബിസിനസ്സുകാരിയല്ല. പക്ഷേ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ആരോഗ്യവും സമയവും അവസരങ്ങളും നന്മയിൽ അടിയുറച്ചുകൊണ്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ പലവിധ ആരോപണങ്ങളിൽ നിന്നും കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം. ശ്രീ സജീവൻ, അതായത് ശ്രീമതി ലാലി വിൻസെന്റ് പറയുന്നത്, തുടക്കത്തിൽ തന്നെ ശ്രീമതി ലാലി വിൻസെന്റ് അത് സൂചിപ്പിച്ചതാണ്, ശ്രദ്ധിക്കേണ്ടിടത്ത് ശ്രദ്ധിച്ചാൽ അപകടങ്ങളെല്ലാം ഒഴിവാകുമെന്ന് നേരത്തെ മുഖ്യമന്ത്രിയെ ഉപദേശിച്ചു ലാലി വിൻസെന്റ്. ഇപ്പോൾ ഈ ചർച്ച അവസാനിക്കുമ്പോഴും ആ ഉപദേശം സരിത എസ് നായരോടാണെന്ന് തോന്നുന്ന രീതിയിൽ പറയുന്നതും ആരോടാണെന്നാണ് താങ്കൾ വായിച്ചെടുക്കുന്നത്? തീർച്ചയായിട്ടും അതിൽ പല രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ്.
കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവരെല്ലാം വെള്ളം കുടിക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് തിന്ന ആളുകളൊക്കെ വെള്ളം കുടിക്കണമെന്ന് പല ചർച്ചകളിലും ശ്രീമതി ലാലി വിൻസെൻ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ വളരെ പക്വമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇതിൽ ഒന്നുമില്ല, ആരോപണങ്ങളൊക്കെ തീർത്തും നിഷേധിക്കേണ്ടതാണ് എന്നവർ പറയുന്നില്ല. ആരോപണങ്ങളാണ്. അത് ബിജു രാധാകൃഷ്ണൻ എന്ന ക്രിമിനൽ ചെയ്താൽ പോലും ആ ആരോപണമാണ്. അത് തെളിയിക്കപ്പെടണം. ആ തെളിയിക്കാനെപ്പോഴും അവസരമുണ്ട്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിയമസഭ പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അടുത്തൊരു റിക്വസ്റ്റിന്, അത് സർക്കാരിന് തീരുമാനിക്കാം. ഇനി അതല്ല, നിയമസഭ നടക്കുകയാണ്. നാളെ വേണമെങ്കിൽ ഇതിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഇടക്കാല റിപ്പോർട്ടിന് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാവും. ഈ കാര്യത്തിലെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടാകുമോ കാര്യങ്ങൾ സുതാര്യമാകാൻ? അതാണ് കാത്തിരിക്കുന്നത്. നാളെയിലേക്ക് നമുക്കത് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ലാലി വിൻസെൻ്റ്, ശ്രീ രാജു എബ്രഹാം, ശ്രീ SR ശക്തിധരൻ, ശ്രീ A സജീവൻ, അഡ്വക്കേറ്റ് മോഹൻകുമാർ, ഒപ്പം സരിത S നായർ.